ഹായ് ഹലോ വെൽക്കം ടു ചിമിൻ ലൈവ് ക്യൂസ്. എല്ലാവർക്കും ചിമിൻ്റെ ലൈവ് ക്യൂസിലേക്ക് സ്വാഗതം. യെസ്, ഹായ്, പോയിട്ടോ ലൈവ്. തുഷാര രഘുനാഥൻ ഹലോ. യുനീസ് മുഹമ്മദ് ഹായ്. ഹായ് ചേച്ചി. ഷിനോജ് ഹായ് ഷിനോജ്. സിൻഷ ഹായ്. സുനിൽകുമാർ ഹായ് സുനിൽകുമാർ. അഖില ശരത് ഹായ് അഖില. മുട്ടൽ ഹുസൈൻ ഹായ് സാർ. തുഷാര രഘുനാഥൻ ഹായ്, ഗുഡ് ഈവനിങ്. അമി ഹായ് അമി. മിൻഹ ഫാത്തിമ മിൻഹ ഹായ് ചേച്ചി എന്ന് പറയുന്നുണ്ട്. ഹായ് മിൻഹ. സുഖമാണോ ശ്രീരാഗ്? സുഖമാണ്. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കണേ, നിങ്ങളുടെ ടൈം ലൈനിലോട്ടോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് പെട്ടെന്ന് ഷെയർ ചെയ്തിട്ട് വരൂ. അരുൺ പുല്ലാട് ഹായ് അരുൺ. ശശികുമാർ ഹായ് സാർ. അതെ, അരുൺ പുല്ലാടിൻ്റെ സിനിമയിലോട്ട് കാസ്റ്റിംഗ് കോൾ ഇവിടെ തന്നിട്ടുണ്ട്. ഡീറ്റെയിൽസ് എല്ലാവരും ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. രതീഷ് രവി ഹായ്. ജയശ്രീ ഹായ്. തോമസ് ഗുഡ് ഈവനിങ് സാർ. അനിൽകുമാർ ദേവി ട്രാവൽസ് നമസ്കാരം. വിഷ്ണു പൊടിമോൻ ഹായ് വിഷ്ണു. അംശു അംശു അംശു. നജീമ ജാഫർ ഹായ്. ഒമന ചേച്ചി ഹായ് ഒമന ചേച്ചി. ദീപ്തി പ്രവീൺ ഹായ് ഹായ് ദീപ്തി. അനിൽകുമാർ ദേവി ട്രാവൽസ് ഹായ് അനിൽകുമാർ. അംശു അംശു അമ്മ കണ്ണാടി എടുത്തിട്ട് അവിടെ ഇരിക്കുന്നു. അനിൽകുമാർ ഹായ് അനിൽകുമാർ. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കിനെ, പെട്ടെന്ന് ഒന്ന് ഷെയർ ചെയ്യിക്കണേ. അനാമിക എൻ്റെ ഒന്ന് ഉഷാറില്ലല്ലോ എന്നാണ് റുത്തിന ചോദിക്കുന്നത്. ഉഷാറാണ്, ഞാൻ കണ്ണാടി എടുക്കാൻ മറന്നുപോയി. ശ്രീരാജ് ഒരു പാട്ട് പാടുമോ? ഏത് പാട്ടാണെന്ന് പറയാം, ലൈൻസ് ഇട്ടാൽ പാട്ട് പാടാം. ഇൻ്റർവ്യൂ എന്തായി? സിൻഷ രതീഷ് എൻ്റെ ഇൻ്റർവ്യൂ റുത്തിനയുടെ ഇൻ്റർവ്യൂ അല്ലേ? അനു മാത്തൂർ ഹായ്. ഷാനി ലാലി ഷാനി ഹായ് ഷാനി. ബാബു കുമാർ ഹായ് ബാബു ഹായ്. അംശു മോനെ, അംശു കുളിയൊക്കെ കഴിഞ്ഞിട്ടതാ വരുന്നതേ ഉള്ളൂ, അതാണ് താമസിച്ചത്. സുനിൽ സുരേന്ദ്രൻ ഹായ് ഡിയർ, ഐ ആം സുനിൽ സുരേന്ദ്രൻ എസ്. വിഷ്ണു രാജ് ഹായ്. ഫുഡ് കഴിച്ച് സുഖമാണോ? ബാബു കെയിം എസ് ഫുഡ് കഴിച്ചു. മഞ്ജുഷ ഹായ് മഞ്ജുഷ. സുധീഷ് ബലദേവൻ ഹായ്. ക്വസ്റ്റ്യൻ ഇടട്ടെ? ഓക്കെ അമ്മീട്ടോ, ക്വസ്റ്റ്യൻ ഇട്ടോളൂ. ക്വസ്റ്റ്യൻ വരട്ടെ. ഇതാ നമ്മുടെ ലൈവ് ക്യൂസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം എല്ലാവരും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്തോളൂ. പടയാളികൾ എവിടെ? കമോൺ എന്ന റുത്തിനെ ചോദിക്കുന്നുണ്ട്. എജിത്തു LDF വരും, എല്ലാം ശരിയാകും. അനൂപ് മാത്തൂർ ഹായ് അനൂപ്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഒരാറ്റത്തിലെ ഏറ്റവും ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൗലിക കണം ഏതെന്നാണ് ചോദ്യം. ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ, പോസിട്രോൺ. ആൻസർ പെട്ടെന്ന് പറഞ്ഞോളൂ. ഓക്കെ, ആൻസർ പെട്ടെന്ന് വന്നോട്ടെ. എക്സാം ഇൻ്റർവ്യൂ നന്നായിരുന്നോ? വിനീത് ചിലൂസ് ഹായ് വിനീത്. ജോ പറയുന്നു ബി എന്ന്. മഞ്ജുഷ സുധീഷ് സി പറയുന്നുണ്ട്. വിനീത് ചില്ലൂസ് എ പറയുന്നുണ്ട്. സുധീഷ് ബാലൻ ബി പറയുന്നു. അഖില ശരത്ത് സി പറയുന്നു. ദെൻ തോമസ് പറയിലൈസക് എ പറയുന്നു. സന്ദീപ് സി പറയുന്നു. സുനിൽ സുരേന്ദ്രൻ യു ആർ എ ബ്യൂട്ടിഫുൾ നൈസ് ലുക്ക് സൂപ്പർ താങ്ക് യു സാർ.
ബാബു സിമോൻ എ പറയുന്നു. വന്നിരിക്കുന്നവർ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കുന്നേ. അനാമിക എൻ്റെ ടൈം ലൈനിൽ കൂടെ ഞാൻ പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ കഴിയില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് ചോദിച്ചു പറയൂ എന്നാണ്. ഷിനോജ് പറഞ്ഞോളൂ. ലൈൻസ് അറിയണമെങ്കിലേ പാടാൻ പറ്റുള്ളൂ. സിൻഷരതി സി പറയുന്നു. ജയശ്രീ സി നായർ, റത്തുന സി പറയുന്നു. ദെൻ നജിമ ജാഫർ സി പറയുന്നു. രമേശ് പെരുവയിൽ ഹായ് ചേച്ചി എന്ന് പറയുന്നുണ്ട്. ഓമന ചേച്ചി എ പറയുന്നു. യുവിസ് മുഹമ്മദ് സുഖമല്ലേ എന്ന് ചോദിക്കുന്നു. സുഖമാണ്. എല്ലാവരും ഷെയർ ചെയ്തേക്കുന്ന. ആരുടെയും പേരിൽ ഷെയർ കാണുന്നില്ല. അപ്പോൾ ആരും ഷെയർ ചെയ്തില്ലേ? നമ്മുടെ ഗ്രൂപ്പിലോട്ടുകൂടെ ഒന്ന് ഷെയർ ചെയ്തേക്കിനെ. അനു ഇടപ്പാൾ ബി പറയുന്നു. ഷാനി ലൈല ബിബി 2 എന്ന് പറയുന്നുണ്ട്. മിൻഹ ഫാത്തിമ ബി പറയുന്നു. ഷിനോജ് കാഞ്ഞങ്ങാട് സി പറയുന്നു. അഞ്ജു വി എസ് ന്യൂട്രോൺ എന്ന് പറയുന്നു. ഷാനി ലൈല ബിബി ബി പറയുന്നു. സുനിൽ സുരേന്ദ്രൻ ബി പറയുന്നുണ്ട്. ഷാനി ബി പറയുന്നു. പർമാൻ അപ്പുകുട്ടൻ സി പറയുന്നുണ്ട്. ശ്രീരാഗ് ചന്തോത്ത് ന്യൂട്രോൺ എന്ന് പറയുന്നു. വിജിത്ത് വി കെ എ പറയുന്നു. ശശികുമാർ 3 പറയുന്നു. ഷാനി വീണ്ടും ബി പറയുന്നു. വിഷ്ണു പൊടിമോൻ സി പറയുന്നു. അഞ്ജു ബി പറയുന്നു. സൂര്യൻ പാലക്കാട് ബി പറയുന്നു. അനൂപ് മാത്തൂർ സി പറയുന്നു. ഷാനി വീണ്ടും ബി പറയുന്നു. വേണുമോഹൻ സി പറയുന്നു. മാറ്റരുത് ആൻസർ ആണ് ഇവിടെ. ലിനീഷ് ലിനു ഹായ് പറയുന്നു. പർമാൻ അപ്പുകുട്ടൻ സി പറയുന്നു. ആര്യലക്ഷ്മി എ പറയുന്നു. നമസ്കാരം രാഖി ടീച്ചർ. ബിജു ചെറുകൾ പറയുന്നു. നമസ്കാരം ഷിനോജി. ഞാൻ നിങ്ങൾ എഴുതിയ കവിത പാടാൻ പറഞ്ഞിട്ട് ഇന്നേക്ക് എത്ര നാളെ. ഞാൻ എഴുതിയ കവിത പാടാനോ? അതേത് കവിതയാണ് ഈശ്വര? ദീപു സുധാകരൻ സി പറയുന്നു. ശ്രീരാഗി ചന്തോത്ത് പഴയ പാട്ടാണ്. പഴയ പാട്ടാണെങ്കിൽ നമുക്ക് ലൈവ് കഴിഞ്ഞിട്ട് ലൈൻസ് ഇട്ട പാടാം. ഋതുന റുബിൻ സിൻഷയുടെ മുന്നിൽ ഞാൻ ആൻസർ പറഞ്ഞു കണ്ണൂരിൽ നിന്ന് എത്തണ്ടേന്ന്. ജിബിൻ കൃഷ്ണ ബി പറയുന്നുണ്ട്. സിൻഷ ആള് മാറിപ്പോയെന്ന് പറഞ്ഞു. ചിമിന്റെ ആൻസർ വന്നു. ന്യൂട്രോൺ ആണ് ചിമിന്റെ ആൻസർ. കറക്റ്റ് ആൻസർ പറഞ്ഞ ആദ്യത്തെ 5 പേർ ജോ, സുധീഷ് ബാലൻ, ജയശ്രീ, അനു ഇടപ്പാൾ, ഷാനി. അപ്പോൾ 5 പേർക്കും കൺഗ്രാറ്റ്സ്. ഒപ്പം ആൻസർ പറയാൻ ശ്രമിച്ച എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ഇവിടെ ആരുടെയും പേരിൽ ഷെയറിങ് കാണുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കൂ. ഗ്രൂപ്പ്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കൂ. എൻ്റെ ടൈം ലൈവിലും ആങ്ങളേന്ന് വിളിക്കുന്നുണ്ട്. ബിജു ചെറുകോൽ ബി പറയുന്നു. ധന്യ സനോജി ഹായ് ചേച്ചി. പൊൻരാജ് സി. ഉഷ ചേച്ചി ഷെയറിംഗ് ഒക്കെ ഒന്ന് ചെയ്തേക്കാമോ? ഋതുന ധന്യ ചേച്ചിയെ വിളിക്കുന്നു. രമേശ് പെരുവേൽ ചേച്ചിക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുന്നു. സുഖമാണ്. ബിജു ഹായ് പെങ്ങളെന്ന് ഋതുനെയാണ് വിളിക്കുന്നത്. വണ്ടി കിട്ടാൻ വൈകി ആണോ? ധാരാവിയിൽ വണ്ടി ഇല്ലേ? അടുത്ത ചോദ്യം വന്നിട്ടുണ്ട്. ക്ഷമയുടെ അടുത്ത ചോദ്യം വന്നിട്ടുണ്ട്. നോക്കിക്കോളൂ. ഭൂമിയിൽ ജീവനടിസ്ഥാനമായ മൂലകം ഏത്? ഭൂമിയിൽ ജീവനടിസ്ഥാനമായ മൂലകം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഓക്സിജൻ, ഹൈഡ്രജൻ, നൈട്രജൻ, കാർബൺ. ഓക്കെ, അപ്പോൾ ആൻസേഴ്സ് പെട്ടെന്ന് വരട്ടെ. നിമ്യ ഹായ് നിമ്യ. വിനീത് ന്യൂട്രോൺ ചാർജ് ഇല്ലല്ലോ എന്നിട്ട് ഇത്രയും ഭാരം ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. ജോ ജോസഫ് ഡി പറയുന്നു. സിൻഷ രതീഷ് ഡി പറയുന്നു. വേണ്ടേ ചേറ് വേണ്ടേ? എവിടെ? സിൻഷ ഡി പറയുന്നു. തോമസ് പാറയിലൈസക്ക് എ പറയുന്നുണ്ട്. വിനു എം എ പറയുന്നുണ്ട്. പറ്റില്ല. അഞ്ജു വി എസ് ഡി പറയുന്നുണ്ട്. അഖില ശരത് ഹായ് അഖില എ പറയുന്നു. കജൽ സന്താൻ ഹായ് പറയുന്നു. എല്ലാവർക്കും ഒരു ബിഗ് ഹായ് ബിജുവിന്റെ വകയുണ്ട്. അഞ്ജു വി എസ് ഡി പറയുന്നു. റുത്തിന എ പറയുന്നു. ധന്യ സനോജ് ഡി പറയുന്നു. ജയശ്രീ സി നായർ എ പറയുന്നു. അത് ചരിഞ്ഞു പോകും. ജയശ്രീ എ പറയുന്നുണ്ട്. ഋതുന റൂബിൻ ഡി പറയുന്നു. ഓക്കെ,
മാറ്റല്ലേ അത്, മാറ്റരുത്. റത്തിന റോബിൻ ഡി പറയുന്നുണ്ട്. ജയശ്രീ എ പറയുന്നു. വിനീത് ചില്ലൂസ് എ പറയുന്നു. ഷിനോജ് ആള് മാറിപ്പോയി എന്ന് പറയുന്നു. റത്തിന ഡി പറയുന്നു. സുധീഷ് ബാലൻ ബി പറയുന്നു. വിനീത് ചില്ലൂസ് എ പറയുന്നു. മഞ്ജുഷ എ ലിങ്ക് ഇതിൽ വന്നിട്ടില്ലല്ലോ. ബിജു ചെറുകോൽ എ പറയുന്നു. വേണ്ട. ബാബു സൈമൺ ഡി പറയുന്നു. ബാബു സൈമൺ ഡി പറയുന്നുണ്ട്. വേണ്ടേ. നിമ ചെന്താമര നിമ്യ ചെന്താമര എ പറയുന്നു. നജീമ എ പറയുന്നു. ഗണേശൻ ഹായ് എ പറയുന്നു. ധന്യ സനോജ് ഹായ് റിതു വിളിക്കുന്നുണ്ട്. തസ്രീഫ് തെക്കയിൽ എ പറയുന്നു. ബിജു ചെറുകൽ എ പറയുന്നു. ഉഷ കാമേഷ് ഡി പറയുന്നു. നികേഷ് പി എ പറയുന്നു. ജോസ് പ്രവീൺ കാർബൺ എന്ന് പറയുന്നു. അനാമിക ചേച്ചിയാണെന്ന് വിചാരിച്ചു അല്ലേ. ശ്രീരാഗ് പ്രൈസ് ഉണ്ടോ? പ്രൈസ് ഉണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ ഫുൾ വിന്നേഴ്സിൻ്റെ ലിസ്റ്റ് അവിടെ ഇട്ടിട്ടുണ്ട്. ഫൈനൽ 1 ആരെന്ന് മാത്രമേ ഇല്ലാതെ ഉള്ളൂ. അത് ഇന്ന് തന്നെ ഇടുന്നതാണ്. അപ്പം നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേക്കിനെ പിന്നീട് സമയം കിട്ടുമ്പോൾ. കേട്ടോ ശ്രീരാഗ്. ഈ ആഴ്ചയും ഉണ്ട്. ശശികുമാർ ഡി പറയുന്നു. ഷിനോജ് എ പറയുന്നു. ഹായ് സനോജ് എന്ന് ധന്യ പറയുന്നു. സൂര്യൻ പാലക്കാട് ഡി പറയുന്നു. സിയാദ് എ പറയുന്നു. ശ്രീരാഗ് ചന്തോത്തി ബി പറയുന്നു. ഉഷ കമേഷ് സാരമില്ലെന്നേന്ന് പറയുന്നു. പ്രവീൺ മുണ്ടയ്ക്കൽ എ പറയുന്നു. ദീപു വി കെ എ പറയുന്നു. സാൻസാൻ എ പറയുന്നു. ദീപു വി കെ ഹായ് പറയുന്നു. വിഷ്ണു പൊടിയൻ എ പറയുന്നു. ബിജു ചെറുകൾ ഡി പറയുന്നുണ്ട്. ജസ്ന എ പറയുന്നു. രേഷ്മ എൻ്റെ ഫ്രണ്ട് സുജീഷിന് ഒരു ബർത്ത്ഡേ വിഷസ് അറിയിക്കാമോ? രമേശ് പെരുവായിൽ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായ സുജീഷിന് നമ്മുടെ ചിമിഴിൻ്റെ വകയായിട്ട് ചിമിഴിൻ്റെ പേരിൽ നമ്മുടെ ചിമി ഫാമിലിയുടെയും പേരിൽ ഹാപ്പി ബർത്ത്ഡേ സുജീഷ്. ഓമൻ അമിത് ഡി പറയുന്നു. ജയശ്രീ ഇന്ന് സ്ലോ ആണല്ലോ വായിച്ചത്. വീണ്ടും വായിക്കുന്നു. അത് ഫോൺ ഒന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പ്രവീൺ മുണ്ടയ്ക്കൽ എ പറയുന്നു. ചിമിൻ്റെ ആൻസർ വന്നു. ഡി ആണ് ഉത്തരം. ഡി കാർബൺ ആണ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കേ മതി. ഇത്ര സെൻഡ് ചെയ്യാം. കറക്റ്റ് ആൻസർ പറഞ്ഞത് ജോ, സിൻഷ, അഞ്ജു, ധന്യ, റത്തുന. 5 പേർക്കും കൺഗ്രാറ്റ്സും. അല്ല അതിലിടണ്ട. അത് തന്നെ അവിടെ എടുക്കേ. അപ്പോൾ ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ആൻസർ പറയാൻ ശ്രമിച്ച എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ തേർഡ്. കാജൽ സന്താൻ എ പറയുന്നു. മഞ്ജുഷ സുധീഷ് കാർബൺ എന്ന് പറയുന്നു. സുധീഷ് ബാലൻ ഡി പറയുന്നു. ഷാമി സുധീർ ഡി പറയുന്നു. ധന്യ ഹായ് പറയുന്നു. ലെംസി എ പറയുന്നു. ഹാപ്പി ബർത്ത്ഡേ സുനീഷ് എന്ന് റത്തിന പറയുന്നുണ്ട്. രാമചന്ദ്രൻ എം എൻ എ പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്തിന്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാലിനെ ശുദ്ധീകരിക്കുന്നതിനായി 72 ഡിഗ്രി സെൽഷ്യസിൽ 15 സെക്കൻഡ് ചൂടാക്കുന്ന പ്രക്രിയ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഇവാപറേഷൻ, ഓപ്ഷൻ ബി പാസ്ചറൈസേഷൻ, ഓപ്ഷൻ സി ഇമ്മ്യൂണൈസേഷൻ, ഓപ്ഷൻ ഡി വോൾക്കനൈസേഷൻ. ജോ ജോസഫ് ബി പറയുന്നുണ്ട്. അഖില ശരത് ബി പറയുന്നുണ്ട്. ഉഷ കാമേഷ് ബി പറയുന്നുണ്ട്. ദെൻ രത്തുന ബി പറയുന്നു. വിനീത് ചില്ലു സി പറയുന്നു. സിൻഷ രതീഷ് ബി പറയുന്നു. മഞ്ജുഷ സുധീഷ് ഹാപ്പി ബർത്ത്ഡേ സുധീഷ് എന്ന് പറയുന്നുണ്ട്. രത്തുന ബി പറയുന്നു. അഞ്ജു വി എസ് ബി പറയുന്നു. ദെൻ ബിജു ചെറുകോൽ ബി പറയുന്നുണ്ട്. ബിജു ചെറുകോൽ വീണ്ടും ബി പറയുന്നുണ്ട്. എത്ര ബി ആണ് ബിജു? പ്രവീൺ മുണ്ടയ്ക്കൽ ബി പറയുന്നു. മഞ്ജുഷ ബി പറയുന്നുണ്ട്. സാൻസാൻ ബി പറയുന്നു. വിനീത് ചില്ലു സി പറയുന്നു. നജീമ ജാഫർ ഹായ് നജീമ ബി പറയുന്നുണ്ട്. സജിത്ത് പൊന്നാരിൻ ഹായ് സജിത്ത് ബി പറയുന്നു. ദെൻ ജയശ്രീ ബി പറയുന്നു. സുഷ്മ രാജൻ ഹായ് ചേച്ചി. തോമസ് പറയലൈസക്ക് ഡി പറയുന്നു. പ്രവീൺ മുണ്ടയ്ക്കൽ സി പറയുന്നു. മഞ്ജുഷ സുധീഷ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നുണ്ട്. ലംസീന എ പറയുന്നു. സിയാദ് മേലേക്കാട്ടിൽ ബി പറയുന്നുണ്ട്. ബാബു സിമോൺ ബി പറയുന്നു. ജോസ് പ്രവീൺ ബി പറയുന്നു. സജിത്ത് പൊന്നാരിൻ എ പറയുന്നു. ഷിനോജ് കാഞ്ഞങ്ങാട് എ പറയുന്നു.
സദാശിവൻ നടുക്കുറിശി ബി പറയുന്നുണ്ട്. രാമചന്ദ്രൻ എം എൻ ബി ഹായ് എന്ന്. ആദ്യ 5-ൽ വരുന്നുണ്ട് വന്നവരുടെ ലിസ്റ്റ് പറയാതെ പറഞ്ഞു. റജീന വർഗീസ് ബി പറയുന്നു. സുഷ്മ രാജൻ ബി പറഞ്ഞു. വിഷ്ണു പൊടിമോൻ സി. ശ്രീരാഗ് ബി. റജീന വർഗീസ് ബി. കാജൽ സന്താൻ ബി. തോമസ് പറയൽ ഐസക് ബി. സന്തോഷ് കുമാർ ഹായ് സന്തോഷ് കുമാർ. ഷമി സുധീർ ഡി. ജസ്ന പാസ്റ്ററൈസേഷൻ എന്ന് പറയുന്നുണ്ട്. സന്തോഷ് കുമാർ ബി പറയുന്നു. ഇത്രയായിട്ടും 5-ൽ എത്തിയില്ല എന്ന് ബിജു ചെറുകോല് പറയുന്നുണ്ട്. ഷാമി സുധീർ ബി. വെയിറ്റ് മാൻ രാജൻ മൂന്നാർ ഹായ് ടീച്ചർ പറയുന്നുണ്ട്. ഹായ് പാലക്കാട് അഹമ്മദ് കബീർ ഡി പറയുന്നു. അപ്പൊ ചിമിന്റെ ആൻസർ വന്നു പാസ്ചറൈസേഷൻ എന്നാണ്. ഫസ്റ്റ് പറഞ്ഞത് ജോ, ദെൻ അഖില ശരത്, ദെൻ ഉഷ കാമേഷ്, ദെൻ ഋതുന, ദെൻ സിൻ ശരതീഷ്. ഇത്രയും പേരാണ് ആദ്യത്തെ 5-ൽ വന്നവര്. ബിജുവിന്റെ ആൻസർ ഒക്കെ ഒരുപാട് പ്രാവശ്യം വന്നു. ബിജു ഫസ്റ്റ് 5. ഓക്കെ, അപ്പൊ ആദ്യം 5-ലെത്തിയ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. അതോടൊപ്പം തന്നെ ആൻസർ പറയാൻ ശ്രമിക്കുന്ന വീണ്ടും ആൻസർ ഇട്ട് ഒന്നാമതെത്താൻ ശ്രമിക്കുന്ന എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലത്തീഫ് സി. കണ്ണൻ ബി പറയുന്നുണ്ട്. ഉഷ കമേഷ് എന്തോന്ന് ചോദിക്കുന്നുണ്ട്. രാമചന്ദ്രൻ ഇത്ര ഇട്ടിട്ട് ആൻസർ ഫസ്റ്റ് 5-ൽ എത്തിയില്ലെന്നാണ്. ചോദ്യം വന്ന പാടെ ആൻസർ ഇടാൻ, അതാണ് വിനീത് പറയുന്നതാണ്. രശ്മി ബിനു ഹായ് ടീച്ചർ ഹായ് അംശു. രത്തിന് രശ്മി ലിസ്റ്റ് നോക്കിയോ? വിന്നേഴ്സിന്റെ ലിസ്റ്റ് നോക്കിയോ? രത്തിന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയറിയ പോക്കാണ്. പെട്ടെന്ന് മെസ്സേജിങ് എത്തില്ല, നെറ്റ് സ്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിമിഴിന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നു. ഓക്കെ, പിൻ ചെയ്തോട്ടെ. ഓക്കെ, ആസ്പിരിന്റെ ശാസ്ത്രീയ നാമം എന്തെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഓപ്ഷൻ ബി ബാർബിറ്റൂറിക് ആസിഡ്, ഓപ്ഷൻ സി അസറ്റൈൽ സാലിസിലിക് ആസിഡ്. ഇതില് ഏതാണ് നമ്മുടെ ആസ്പിരിന്റെ ശാസ്ത്രീയ നാമം എന്നാണ് ചോദ്യം. 3 ഓപ്ഷനേ ഉള്ളൂ. ഹായ് പുലാപ്പറമ്പ് രാജേഷ് ഹായ് രാജേഷ് നമസ്കാരം. റത്തുന ഞാൻ ഫസ്റ്റ് അയച്ചു, പക്ഷെ ഇവിടെ 3rd എത്തിയത്. സുധീഷ് ബാലൻ ബി പറയുന്നു. വിൻവി ഹായ് വിൻവി, കുറെ നാളെ കാണാനില്ലായിരുന്നു. വിൻവി സി പറയുന്നു. രാജൻ MNR ബി പറയുന്നു. അഞ്ജു VS സി പറയുന്നു. ദെൻ സിൻഷ രതീഷ് സി പറയുന്നുണ്ട്. പ്രവീൺ മുണ്ടയ്ക്കൽ സി പറയുന്നുണ്ട്. ബിജു ഋത്തിനിക്ക് ഇടിയുള്ളൂ എന്നാണ്. അഞ്ജു VS സി പറയുന്നു. ഋത്തിന സി പറയുന്നു. വിനീത ചില്ലൂസ് സി പറയുന്നു. ദെൻ സുധീഷ് ബാലൻ സി പറയുന്നു. ഋത്തിന റൂബിൻ സി പറയുന്നു. ലെൻസ റഫീഖ് ബി പറയുന്നു. സുധീഷ് ബാലൻ സി പറയുന്നുണ്ട്. ജോസഫ് ബി പറയുന്നു. മഞ്ജുഷ സുധീഷ് ബി പറയുന്നു. അഖില ശരത്ത് ബി പറയുന്നുണ്ട്. ദെൻ രാമചന്ദ്രൻ MN സി പറയുന്നു. ഉഷ കമേഷ് ഡി പറയുന്നു. ജോസഫ് സി പറയുന്നു. ബാബു സിമോൺ സി പറയുന്നു. പറ്റുമെങ്കിൽ അനാമിക പ്രൈസ് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞേക്ക്. ഉഷ കമേഷ് സി പറയുന്നു. പ്രവീൺ മുണ്ടയ്ക്കൽ സി പറയുന്നു. ജോസ് പ്രവീൺ സി പറയുന്നു. നജീമ ജാഫർ സി പറയുന്നു. സുഷ്മ രാജൻ എ പറയുന്നു. ഉഷ കമേഷ് സി പറയുന്നു. ബിജു ചെറുകോൾ ഇപ്പം ശരിയാക്കാന്നാണ് പറയുന്നത്. സിയാദ് മേലക്കാട്ടിൽ ബി പറയുന്നുണ്ട്. ഷിനോജ് കാഞ്ഞങ്ങട് സി പറയുന്നു. ജയശ്രീ സി നായർ ടച്ച് ചെയ്യ സി പറയുന്നു. ഓമന അമിത് സി പറയുന്നു. തോമസ് പറയൽ ഐസക് സി പറയുന്നു. ലംസീന സി പറയുന്നു. സന്തോഷ് കുമാർ സി പറയുന്നു. ജസ്ന ടിറ്റോ സി പറയുന്നു. ശ്രീരാഗ് ചാത്തോത്ത് സി പറയുന്നു. സദാശിവൻ നടുക്കുറിശി സി പറയുന്നു. അജീഷ് PS ഹായ് അജീഷ് ഹായ്. ഉഷ സ്പാനർ ഏതാ എടുക്കേണ്ടത് സി പറയുന്നു. രതീഷ് ഉദിനൂർ ബി പറയുന്നു. അഹമ്മദ് കബീർ സി പറയുന്നു. തോമസ് PA തംസപ്പ് കാണിച്ചിട്ടുണ്ട്. കിഷോർ ഹായ് കിഷോർ ശ്രീ പറയുന്നു. ശ്രീരാഗ് ചാത്തോത്ത് സി പറയുന്നു. വിൻവി ഫോൺ കേടായി പോയി ആണോ, ഇപ്പൊ എല്ലാം ഓക്കെ ആയല്ലോ. റജീന വർഗീസ് ബി പറയുന്നു. സ്പാനർ വേണ്ട, ഉത്തരം പറഞ്ഞാൽ പോരെന്നു. നോ അങ്ങനെയല്ല. വിഷ്ണു പൊടിമോൻ സി പറയുന്നു. മനോജ് സി പറയുന്നു. വൈശാഖ് ഹായ് ഡാ എന്ന് വിളിക്കുന്നുണ്ട്. ഡാ അങ്ങോട്ട് പോയി നിൽക്കുന്നുണ്ട്. വൈശാഖ് സാർ അംശുൻ അന്വേഷിച്ച്. കണ്ണൻ സി പറയുന്നു. രാജനമ്മൻ അപ്പോൾ ഞാനും സി. ഋതുന റൂബിൻ ഞാൻ ഫസ്റ്റ് അയക്കുന്നത് വായിക്കുന്നില്ല, എൻ്റെ പൊന്നുകൂടെ എത്തണ്ടേ. ലത്തീഫ് CK ബി പറയുന്നു. അഭിഷേക് സി പറയുന്നു. ലിൻഷ റഫീഖ് ബി പറയുന്നു. ലത്തീഫ് CK സി പറയുന്നു. നിമ്യ ചെന്താമര എ പറയുന്നു. ലിൻസ റഫീഖ് സി പറയുന്നുണ്ട്. നീ ഇടയ്ക്കിടയ്ക്ക് കയറെന്നാണ് ബിജു പറയുന്നത്. ആരോ കണ്ണു വെച്ചു എന്നാണ് ഋതുന പറയുന്നത്. അടുബായ് കൊടുവാളിപ്പുറം ഹായ് സാർ, വെൽക്കം ടു ചിമി ലൈക്യൂസ്.
കണ്ണൂരിൽ നിന്ന് വരുന്ന വണ്ടിയെല്ലാം വൈകിയാണെന്ന് ലുഷ ചേച്ചി പറയുന്നു. അജേഷ് പി എസ് ഹായ്. ഇന്നലെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. ഇന്നലത്തെ ലിസ്റ്റ് ഇനിയേ വരില്ല. ഇന്നത്തെ കഴിഞ്ഞ ആഴ്ചത്തെ ഫൈനലില് ഫസ്റ്റ് വരുന്ന ആരെന്ന് പബ്ലിഷ് ചെയ്തിട്ട് ഈ ആഴ്ചത്തത് ഇടാം. തോമസ് പറയലേ ക്വസ്റ്റ്യനിലേക്ക് ലീക്ക് ആയിട്ടുണ്ടെന്ന് എൻ്റെ ആൻസർ ഒന്നും ശരിയാകുന്നില്ല. അലിബായ് ഹായ് പറയുന്നു. രാജേഷ് ഉണ്ണി ഹായ് പറയുന്നു. സജിമ രാജീവ് സി പറയുന്നു. ബിജു ചെറുകൽ നീ അതിലെന്നാണ് കടുകും മുളകും ഒഴിഞ്ഞിടണമെന്നാണ്. ബിജു ചെറുകോൽ ഓക്കെ. രത്ന പറയുന്നുണ്ട്. ഓമന ചെങ്ങൂരിൽ നിന്നിരുന്നിട്ട് വണ്ടിയില്ല. ഉഷ കമേഷ് ഹേ അത് വേണ്ടാട്ടോ എന്ന് വിനീത ചിലൂസ് പറയുന്നുണ്ട്. റൊത്തിനോ റൂബിൻ ഉഷ കമേഷ് അതേന്ന് പറയുന്നു. വന്നു അജമീൻ്റെ ആൻസർ വന്നു. അസറ്റൈൻ സാലിസിലിക് ആസിഡ് എന്നാണ് ഉത്തരം. അസറ്റൈൻ സാലിസിലിക് ആസിഡ് എന്ന് ആദ്യം പറഞ്ഞത് അഞ്ജു, സിൻഷ, പ്രവീൺ മുണ്ടയ്ക്കൽ, റത്തുന, വിനീത് ചില്ലൂസ്. 5 പേർക്കും കൺഗ്രാറ്റ്സ്. ഓക്കെ. അഹമ്മദ് കബീർ ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. കാഞ്ഞങ്ങാട് നിന്ന് എത്തുമ്പോഴേ കുറെ ബയ്യി പോകുന്നു. സിൻഷ, ബിജു ചെറുകോൽ, ശുഭാപ്തി വിശ്വാസം, ശ്രീരാഗ്, റുത്തിന റുബിൻ. ഓക്കെ. ചിമിന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിൻ ചെയ്തോട്ടെ. ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്ന കൽക്കരി ഇനം ഏതെന്നാണ് ചോദ്യം. കേട്ടോ, ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്ന കൽക്കരി ഏതെന്നാണ് ചോദ്യം. പീറ്റ്, ആന്ത്രസൈറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ്. ഓക്കെ. വിനീത് കണ്ണുകാരെ തൊട്ട് കളിക്കില്ല എന്നാണ് ചില്ലു പറയുന്നത്. 5 VS സി പറയുന്നുണ്ട്. സിൻഷ രതീഷ് ഡി പറയുന്നു. ദെൻ വിനീത് ചില്ലൂസ് ഡി പറയുന്നു. ജോസഫ് സി പറയുന്നു. വിനീത് ചില്ലൂസ് ഡി പറയുന്നു. രാജൻ MNR സി പറയുന്നു. SK നായർ നമസ്തേ എന്ന് പറയുന്നു. സുധീഷ് ബാലൻ സി പറയുന്നു. മഞ്ജുഷ സി പറയുന്നു. മഞ്ജുഷ സുധീഷ് സി പറയുന്നു. നജീമ ജാഫർ സി പറയുന്നു. റത്തിന റോബിൻ സി പറയുന്നു. ബിജു ചെറുകോൽ സി പറയുന്നു. ഉഷ കാമേഷ് സി പറയുന്നു. മഞ്ജുഷ സുധീഷ് സി പറയുന്നു. രാമചന്ദ്രൻ MN ഡി പറയുന്നുണ്ട്. സദാശിവൻ നടുക്കുറിശി സി പറയുന്നു. ധന്യ സനോജ് സി പറയുന്നു. രശ്മി ബിനോയ് സി പറയുന്നു. അഖില ശരത് സി പറയുന്നു. ജസ്ന സി പറയുന്നു. ലംസീന സി പറയുന്നു. ഒമന അമിത് സി പറയുന്നു. ഹായ് കണ്ണൻ സി പറയുന്നു. ജയശ്രീ സി നായർ ഡി പറയുന്നു. പ്രവീൺ ഉണ്ടയ്ക്കൽ ഡി പറയുന്നു. അതെന്താ എൻ്റെ പേര് ബായ്ക്കാനി എന്ന് ഷെനോജ് കാഞ്ഞങ്ങാട് ചോദിക്കുന്നു. SK നായർ ബി പറയുന്നുണ്ട്. ലിൻസിയ റഫീഖ് സി പറയുന്നു. ഷിനോജ് കാഞ്ഞങ്ങാട് ബി പറയുന്നു. രതീഷ് ഉദീനൂർ ബി പറയുന്നു. സുഷ്മ രാജൻ ഡി പറയുന്നു. ഋത്തിന അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറയുന്നു. സുരേഷ് ബാബു സി പറയുന്നു. ഒമന അമിത് ലിഗ്നൈറ്റ് എന്ന് പറയുന്നു. സന്ദീപ് ബി പറയുന്നു. തോമസ് ഇനിയും കറക്കി കുത്താൻ പോകുക. തോമസ് സാറിന്റെ പേര് എത്ര ലിസ്റ്റ് കിടക്കുന്നുണ്ടെന്ന് കണ്ടോ നമ്മുടെ ബിന്നേഴ്സിന്റെ. ശ്രീരാഗ് ചാത്തോത്ത് ഡി പറയുന്നു. തോമസ് പറയലേസക്ക് ഡി പറയുന്നുണ്ട്. വിഷ്ണു പൊടിമോൻ ബി പറയുന്നു. അഹമ്മദ് കബീർ ബി എന്ന് പറയുന്നു. ശ്രീരാഗ് പറയുന്നുണ്ട്. ഇന്നോവ വീടിന്റെ മുറ്റത്ത് വരുമെന്നാണ് ചോദിക്കുന്നത് ചേച്ചി. ശ്രീരാഗ് ബി പറയുന്നുണ്ട്. വിനീത് എന്നും അങ്ങനെ തന്നെ. ലിൻസ റഫീഖ് സി പറയുന്നു. സജു ലില്ലി ഡി പറയുന്നു. ഹായ് സാർ കാണാനില്ലായിരുന്നല്ലോ. റജീന വർഗീസ് സി പറയുന്നു. രാജൻ മൂന്നാർ എങ്കിൽ ഞാനും ഡി എന്ന് പറയുന്നു. ലിൻസ റഫീഖ് സി പറയുന്നു. എന്റെ മനുഷ്യ രാജൻ മൂന്നാർ സാർ നേരത്തെ പറഞ്ഞ ആൻസർ ഏതായിരുന്നു എന്നിട്ട് ഇപ്പൊ മാറ്റി പറയുന്നോ? ബിജു അങ്ങോട്ടെത്താൻ എന്തോ ഒരു ബുദ്ധിമുട്ട്, അതൊന്നും വിചാരിക്കണ്ട. ആൻസർ ഇട്ടോ ബിജു. ഉഷ കമേഷ് വന്നിട്ടില്ല എന്ന് പറയുന്നു. ലിഗ്നൈറ്റ് 100 കേട്ടോന്ന് മഞ്ജുഷ സുധീഷ് പറയുന്നു. ഋത്തിന ഉഷ കാമേഷിന് ചിരിക്കുകയാണോ? ജയശ്രീ സിയാർ ആൻസർ നേരത്തെ അയച്ചാലും അവിടെ കിട്ടാൻ ലേറ്റ് ആകുന്നു. ലൈവ് കാണാം. അല്ല അങ്ങനെ വിചാരിക്കണ്ട പ്ലീസ്. അയക്കൂ ആൻസർ അയക്കൂ. സജു ഹായ് ടീച്ചർ എന്ന് പറയുന്നു. സാർ കാണാനില്ലായിരുന്നു. ഞാൻ പോന്നിട്ട് അവിടെ നില്ല് കൊച്ച് നിൽക്കൂട്ടി അവിടെ. വിനീത് ചില്ലൂസ് ഇന്നോവ വരില്ല എന്ന്. ആമി വായിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഹി ഹി ഹി. ഓക്കെ. ലിഗ്നൈറ്റ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കറക്റ്റ് ആൻസർ പറഞ്ഞ ആദ്യത്തെ 5 അഞ്ജു, ജോസഫ്, റത്തുന, രാജൻ MNR,
സുധീഷ് ബാലൻ. 5 പേർക്കും കൺഗ്രാറ്റ്സ്. അതുപോലെ ആൻസർ പറയാൻ ശ്രമിച്ച എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. കഴിഞ്ഞ ആഴ്ചത്തെ വിന്നേഴ്സിനെ ഇന്ന് നമ്മൾ പ്രഖ്യാപിക്കും. നിങ്ങൾക്ക് ലിസ്റ്റ് നോക്കുമ്പോൾ അറിയാം ടോപ്പ് ആരാണ് വരുന്നതെന്ന്. അപ്പോൾ ഈ ആഴ്ചയും ഇനിയുള്ള ആഴ്ചകളിലെല്ലാം മത്സരമാണ്. എല്ലാവരും വന്നോളൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നു. 2-3 പ്രാവശ്യം. ഈ റത്തുന റൂബിൻ എന്ന് പറയുന്നത് റത്തുനയുടെ പേരല്ലേ? എനിക്ക് മനസ്സിലാവില്ല. റത്തുന എന്ന് ഞാൻ വായിക്കുന്നുണ്ട്. നീ കേട്ടില്ലേ റത്തുന? 3 പ്രാവശ്യം 4 പ്രാവശ്യം റത്തുനയുടെ പേര് വന്നു ഫസ്റ്റ് 5-ൽ. ഇനി ഞാൻ എന്ത് ചെയ്യും? വായിച്ചല്ലോ നിന്റെ. അതാണ് ശ്രദ്ധിക്കുന്നില്ല. ഡ്യൂട്ടി പ്രോബ്ലം കുഴിച്ചു എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നു. ചിമീൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നു. പിൻ ചെയ്തിട്ടുണ്ട്. ചുവന്ന സ്വർണം എന്നറിയപ്പെടുന്നത് എന്ത്? തന്നിരിക്കുന്നതിലെ ചുവന്ന സ്വർണം എന്നറിയപ്പെടുന്നത് എന്തെന്നാണ് ചോദ്യം. ചേട്ടാ ഒന്ന് ഷെയർ ചെയ്തേക്കുന്നത്, ലിങ്ക് ഒന്ന് പേജിലോട്ട് ഇട്ടേക്കുന്നേ. ഓപ്ഷൻ: ബീട്രൂട്ട്, ബി കുങ്കുമം, സി പ്ലാറ്റിനം, ഡി ഇരുമ്പ്. ഓക്കെ, അപ്പൊ ആൻസേഴ്സ് പെട്ടെന്ന് വന്നോട്ടെ. അമ്പട വീരാ എന്താ ഇല്ല. ബിജു ചെറുകോൽ ബി, ഉഷ കാമേഷ് ബി, then റത്തുന റുബിൻ ബി, then അനീഷ് മഞ്ചാടി. ഹായ് മഞ്ചാടി വന്നു കേട്ടോ. ഹായ് മഞ്ചാടി, ജോലിയൊക്കെ കഴിഞ്ഞെത്തിയോ? റത്തുന ബി, ബിജു ചെറുകോൽ ബി, മഞ്ജുഷ മോളും ഞാനും അടുത്തിരുന്നു, എൻ്റെ മാത്രം ലേറ്റ് എന്നാണ്. അതാണ്. സിനോജ് കാഞ്ഞങ്ങാട് ബി, സദാശിവൻ നടുക്കുറിശി കുങ്കുമം എന്ന് പറയുന്നുണ്ട്. ദെൻ ഓമന അമിത്ത് ആദ്യ 5-ൽ വരുന്നുണ്ട്. അഹങ്കാരം. അതിൻ്റെ അഹങ്കാരമാണല്ലേ ചേച്ചി ഈ കാണിക്കുന്നത്? ഞാൻ എന്താന്ന് കഥ. രാമചന്ദ്രൻ MNC, സുനിൽ തൈപ്പറമ്പിൽ സുനിൽ ഹായ്. അഞ്ജു VS ബി, കാലൻ എവിടെ നിർത്തനെ ചോദിക്കുന്നു. മഞ്ജുഷ സുധീഷ് പ്ലാറ്റിനം എന്ന് പറയുന്നുണ്ട്. SK നായർ സി പറയുന്നു. അനീഷ് മഞ്ചാടി സി പറയുന്നു. രാജൻ MNR ജയിച്ചേ എന്ന് പറയുന്നുണ്ട്. സിൻഷ, പ്രവീൺ മുണ്ടയ്ക്കൽ ബി പറയുന്നു. പ്രതീഷ് ഡി, രതീഷ് ബി, പ്രവീൺ രമ്യ കുങ്കുമം എന്ന് പറയുന്നുണ്ട്. സഫർ ഷക്കീർ ഓപ്ഷൻ സി എന്ന് പറയുന്നു. സുനിൽ ബി പറയുന്നു. ലിൻസ റഫീഖ് ഞാൻ സെക്കൻഡ്. ശ്രീരാഗ് ചാത്തോത്ത് എ, സജു ലില്ലി ബി, ബിനുകുമാർ ബിനു അംശു ബിനു ബി, അഹമ്മദ് കബീർ എ, മധുസൂദനൻ പിള്ളൈ ഹായ് സാർ താങ്ക് യു സാർ. ശ്രീരാഗ് ഡി, വർക്കിനായിരുന്നു മനീഷ് മഞ്ചാടി. സ്മിജ രാജീവ് ബി, ബിജു ചെറുകോൽ ഒരിടത്തെങ്കിലും ഒന്ന് ജയിച്ചോട്ടെ ടീച്ചർ, പിന്നല്ലാതെ. ഓക്കെ, റത്തിന് ആൻസർ അയച്ചതിന് ശേഷം ഉറങ്ങുന്നു ഞാൻ. സജു ലില്ലി ബി, ആണോ? ഓക്കെ, പറഞ്ഞേക്കാം. സിൻഷ രതീഷ്, ഓമന അമിത് സി, വിനീത് ചില്ലൂസ് ടീച്ചറിനെ വായി നോക്കി ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ. സോണി ഹായ് പറയുന്നുണ്ട്. സ്മിജ രാജീവ് ഹായ്. എൻ്റെ ബി എവിടെയെന്ന് സിൻഷ ചോദിക്കുന്നു. വായിച്ചു. തോമസ് പറയലേസൊക്കെ. രാജൻ MNR എന്ത് കോപ്പി. ഓക്കെ, ചിമീൻ്റെ ആൻസർ വന്നു. കുങ്കുമം എന്നാണ് കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ പറഞ്ഞത് ആദ്യത്തേത് ബിജു ചെറുകോൾ, ഉഷ കാമേഷ്, റത്തുന, ഷിനോജ് കാഞ്ഞങ്ങാട്, സദാശിവൻ നാടുകുറിച്ചി. അപ്പോൾ 5 പേർക്കും കൺഗ്രാറ്റ്സ്. ഒപ്പം ആൻസർ പറയാൻ വേണ്ടി ശ്രമിച്ച, കറക്റ്റ് ആൻസർ പറയാൻ ശ്രമിച്ച എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫാസിൽ ഹായ് ഫാസിൽ. സുധീഷ് ബാലൻ ബി പറയുന്നു. രാജൻ MNR ബി പറയുന്നു. ശ്രീരാഗ് ണല്ലോ എന്ന് അനീഷ് പറയുന്നുണ്ട്. ഷിൻഷാദ് ഹായ് പറയുന്നു. രാഖി ടീച്ചർ ഞാൻ ഉടനെ വരുന്നതായിരിക്കും, ഒരു ഷോർട്ട് ബ്രേക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, പിൻ ചെയ്തു. നോക്ക്. യു ഡാഷ് മസ്റ്റ് ഡു ഇറ്റ് വിത്തൗട്ട് ഹെൽപ്പ്. ഓപ്ഷൻ എ യുവർ സെൽഫ്, ഓപ്ഷൻ ബി ദംസെൽസ്, ഓപ്ഷൻ സി മൈ സെൽഫ്, ഓപ്ഷൻ ഡി വൺ സെൽഫ്. അപ്പോൾ കറക്റ്റ് ആൻസർ വന്നോട്ടെ. നിമ്യ ചന്താമര ബി പറയുന്നു. ഷാജി റിച്ചു ഹലോ പറയുന്നു. ഹായ് ഷാജി. 2 ബിജു ഉണ്ടോ എന്നാണ്. ബിജു ചെറുകോൽ ബി പറയുന്നു. റുത്തിന റൂബിൻ ബി പറയുന്നു. മഞ്ജുഷ സുധീഷ് ബി പറയുന്നു. ഉഷ കമേഷ് ബി പറയുന്നു. ബിജു ചെറുകോൽ വീണ്ടും ബി പറയുന്നു. അഞ്ജു എ പറയുന്നു. ഷിനോജ് കാഞ്ഞങ്ങാട് ഓ സന്തോഷമായി എന്ന് പറയുന്നുണ്ട്.
മുജീബ് റഹ്മാൻ ബി പറയുന്നു. ഷിനോജ് കാഞ്ഞങ്ങാടി എ പറയുന്നു. സുഷ്മരാജൻ എ പറയുന്നു. സജു ലിലി എ പറയുന്നു. നജീമ എ പറയുന്നു. അനീഷ് മഞ്ചാടി ദംസൽസ് എന്ന് പറയുന്നു. ഷാജി റിച്ചു ഡി പറയുന്നുണ്ട്. ഓമന അമിത് ഡി പറയുന്നു. രാമചന്ദ്രൻ എമ്മൻ എ പറയുന്നു. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് മത്സരമാണ്. കഴിഞ്ഞ ആഴ്ചത്തെ വിന്നറിനെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കുന്നതാണ്. ഈ ആഴ്ചയും സമ്മാനമുണ്ട്. സ്മിജ രാജീവ് സി പറയുന്നു. സന്തോഷ് കുമാർ ഹായ് സന്തോഷന ബി പറയുന്നു. അഹമ്മദ് കബീർ ബി പറയുന്നു. അനീഷ് മഞ്ചാടി ഇത്ര മുക്കിയുടെ കുട്ടി വായിച്ചു. ലംസീന ഡി പറയുന്നുണ്ട്. ജേക്കബ് ഹായ്. മുജീബ് റഹ്മാൻ എൻ്റെ എന്ന് പറയുന്നുണ്ട്. ജേക്കബ് എ പറയുന്നു. സ്മിജ ഹായ് പറയുന്നു. ഓക്കെ, ചിമിന്റെ ആൻസർ വന്നോട്ടെ ആമിക്കുട്ടി. എനിക്ക് സമ്മാനം വേണ്ട. ഓക്കെ, എന്നാലും നമുക്ക് പങ്കെടുക്കണം. സമ്മാനം ബുക്കാണ്. കഴിഞ്ഞ ആഴ്ചത്തെ സമ്മാനം ബുക്കാണ്. ബുക്കുണ്ട്, ക്യാഷ് ഉണ്ട്. അഖില ശരത്ത്, അഖില കണ്ടില്ല. അഖില ശ്രീരാഗ്. ചിമിന്റെ ആൻസർ വന്നു യുവർ സെൽഫ് എന്നാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ പറഞ്ഞ ആദ്യത്തെ 5 പേർ: അഞ്ചു, ഷിനോജ് കാഞ്ഞങ്ങാട്, സുഷമ രാജൻ, സജു ലില്ലി, നജീമ ജാഫർ. 5 പേർക്കും കൺഗ്രാറ്റ്സ്. ആൻസർ പറയാൻ ശ്രമിച്ച എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ഞാൻ ഫസ്റ്റ് അയച്ചു, കഴിഞ്ഞതും വായിച്ചില്ല. സിൻഷ വായിച്ചു. സിൻഷ വായിച്ചു. ഞാൻ മിസ്സായില്ല. സിൻഷ വായിച്ചു. സിൻഷ വായിച്ചു. എനിക്ക് തന്നെ എന്ന് പറയുന്നുണ്ട് ഫസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പിൻ ചെയ്തോട്ടെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വി ഡാഷ് വിൽ സോൾവ് ദ പ്രോബ്ലം. ഇറ്റ് സെൽഫ്, ദംസെൽസ്, അവർ സെൽസ്, ഹെർ സെൽസ്. ഓക്കെ. ട്രഡീഷണൽ ലുക്ക് ബ്യൂട്ടിഫുൾ. താങ്ക് യു സാർ. അതങ്ങനെ പ്രശ്നമല്ല. ബിജു ചെറുകോൽ ബി പറയുന്നുണ്ട്. രാജൻ MNR സി പറയുന്നു. ബിജു ചെറുകോൾ ബി പറയുന്നു. ദെൻ വിനീത് ചിലു സി പറയുന്നു. റത്തുന സി പറയുന്നു. സിൻഷ ബി പറയുന്നു. സിൻഷ ബി പറയുന്നു ഞാൻ വായിച്ചു. സിൻഷ വായിച്ചു. സിൻഷ കുട്ടി വായിച്ചു. റത്തുന സി പറയുന്നു. ഉഷ കമേഷ് ബി പറയുന്നു. ശ്രീരാഗ് ബി പറയുന്നു. രാമചന്ദ്രൻ MN സി പറയുന്നു. മഞ്ജുഷ സുധീഷ് അവർ സെൽസ് എന്ന് പറയുന്നു. ദെൻ സുഷ്മ രാജൻ സി പറയുന്നു. അനീഷ് മഞ്ചാടി ബി പറയുന്നു. രശ്മി ബിനോയ് സി പറയുന്നു. സനോജ് സന്തോഷമായെന്ന് പറയുന്നു. ഷിനോജ് കാഞ്ഞങ്ങാട് സി പറയുന്നു. ലംസീന എ പറയുന്നു. രാജേഷ് സി പെരിയാര ഹായ് നമസ്കാരം. വിനീത്. സ്മിജ രാജീവ് ബി പറയുന്നു. സജു ലില്ലി ബി. ഓമന അമിത് സി ബി. വിട്ടിനൊരു കളിയില്ല. കൊള്ളാം. സുധീഷ് ബാലൻ ബി പറയുന്നു. ജേക്കബ് ബി. 5, 6 ആൻസർ ചെയ്യുന്നത് കൊണ്ടാണ് മറ്റുള്ളവരുടെ ആൻസർ കിട്ടുന്നില്ല. അതും ഒരു പ്രശ്നമാണ്. പക്ഷെ അവരുടെ ആൻസർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാണ് അവരങ്ങനെ ചെയ്യുന്നത്. ജോ. സുധീഷ് ബാലൻ സി പറയുന്നു. ലംസീന ബി പറയുന്നു. അനീഷ് ഇത്തരം ശരിയല്ലെങ്കിൽ ഞാൻ വരില്ല. അത് ശരിയല്ല, അങ്ങനെ പറയാൻ പാടില്ല മഞ്ചാടി. ഷാജി റിച്ചു ഡി പറയുന്നു. സുധീഷ് ബാലൻ സി. ശ്രീരാഗ് ഡി പറയുന്നു. ഞാൻ ഇനി ആരോടും ഒന്നും പറയില്ല, സോറി. ഇതാ വന്നു ചിമീൻ്റെ ആൻസർ വന്നു. അവസൽസ് എന്നാണ് ആൻസർ. കറക്റ്റ് ആൻസർ പറഞ്ഞ ആദ്യത്തെ 5 പേര്: രാജൻ MNR, വിനീത് ചില്ലൂസ്, റത്തുന റൂബിൻ, രാജൻ മൂന്നാർ, മഞ്ജുഷ സുധീഷ്. അപ്പോൾ 5 പേർക്കും കൺഗ്രാറ്റ്സ്. അതോടൊപ്പം ആൻസർ പറഞ്ഞ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ചിമീൻ്റെ ആൻസർ വന്നു. ഞാൻ ഇതൊന്ന് പിന്നെ മാറ്റട്ടെ. ദെൻ നൈസ്. എൻ്റെ സി വായിച്ചില്ലേ? അഞ്ചു എന്നാണ് വായിച്ചത്. അഞ്ചുവിൻ്റെ സി വായിച്ചു. സിൻഷൻ ഓപ്ഷൻ മാറ്റി പറയുന്നു എന്നാണ്. അയ്യേ എന്ന് സിൻഷ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിണങ്ങിയിട്ടൊന്നും പോകരുത് ആരും. ഓക്കെ. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് എന്നാണ് ചോദ്യം. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം മുംബൈ, ബംഗളൂരു, ഡൽഹി, തിരുവനന്തപുരം. അപ്പോൾ കറക്റ്റ് ഇതിന്റെ ബാക്കിയാണ് ഇത്. ഇതിന്റെ ബാക്കിയാണ് ഇത്. ഓക്കെ, 25 എഴുതി തരാം. ഓക്കെ, താങ്ക് യു. വിനീത് ചില്ലു സിലി ഗേൾ എന്ന് പറയുന്നുണ്ട്. ഓക്കെ,
അഞ്ജു വിസ് സി പറയുന്നു, സുധീഷ് ബാലൻ സി പറയുന്നു, വിനീത് ചില്ലൂസ് സി പറയുന്നു. അടിയിലത്തെ പേപ്പർ ഇരുന്ന് ബാക്കി ഇതിലേതാ? റത്തുന സി പറയുന്നു, മഞ്ജുഷ സുധീഷ് സി പറയുന്നു, സിൻഷ സി പറയുന്നു, സിൻഷ സി പറയുന്നു, ഷിനോജ് കാഞ്ഞങ്ങാട് എനിക്ക് രണ്ടെണ്ണത്തിൽ കിട്ടിയിരുന്നു. രാജേഷ് ECR സി പറയുന്നു, മഞ്ജുഷ സുധീഷ് സി പറയുന്നുണ്ട്, സുഷമ രാജൻ സി, സജിത്ത് പൊന്നാര്യൻ സി, ഷിനോജ് കാഞ്ഞങ്ങാട് സി, അനീഷ് മഞ്ചാടി സി, സജു ലില്ലി സി, എലം സീന സി. എല്ലാത്തിലും ആൻസർ ചെയ്തിട്ട് ഒരെണ്ണം വായിച്ചില്ല. എൻ്റെ ജോ അങ്ങനെ പറയരുത്. നേരത്തെ ഇവിടെ പേപ്പറോട് അംശു ജോയുടെ ആൻസർ വായിക്കാത്തത് കൊണ്ടാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് 3-ല് 4th 4 ജോയുടെ ആൻസർ വന്നു. ഫസ്റ്റ് 5-ൽ വന്നു, എന്നിട്ടും വായിച്ചില്ല എന്ന് പറഞ്ഞാലോ. ഉഷ കമേഷ് ഗുഡ് പറയുന്നു, ജേക്കബ് ഡി പറയുന്നു, സ്മിജ രാജീവ് സി പറയുന്നു, കണ്ണൻ സി, ബിജു ചെറുകോൽ ബി, സജു ഓക്കെ ആക്ടിങ്ങിലായിരുന്നു സജു ലില്ലി, ബിജു ചെറുകോൽ ബി, ഓമന അമിത് സി, രാജൻ MNR ജയിച്ചി എന്ന് പറയുന്നു, ഷമീർ KH ഡി പറയുന്നുണ്ട്, ആമി എനിക്ക് വരുന്നുണ്ട് എന്ന് പറയുന്നു, ഉഷ കാമേഷ് ഡ്യൂട്ടി കഴിഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്, ജേക്കബ് സി പറയുന്നുണ്ട്. ദെൻ സിൻഷ രതീഷ് അയ്യോ രത്ന നമ്മൾ പ്രബി മച്ചാട് ഹായ് പറയുന്നുണ്ട്. ഹായ്. വിനീത് ചില്ലൂസ് ശ്രീരാഗ് ഞാൻ ആദ്യം വായിച്ചില്ല. ശ്രീരാഗ് വായിച്ചു, ശ്രീരാഗിന്റെ ആൻസർ വായിച്ചു. ശ്രീരാഗ് ചിമിഴിന്റെ ആൻസർ വന്നു, ഡൽഹി എന്നാണ് ചിമിഴിന്റെ ആൻസർ. അപ്പോൾ ആദ്യം പറഞ്ഞ 5 പേർ അഞ്ജു, സുധീഷ് ബാലൻ, വിനീത് ചില്ലൂസ്, റത്തുന, മഞ്ജുഷ സുധീഷ്. ഈ ആൻസർ കണ്ടുകൊണ്ട് നിൽക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇവിടെ ഡയലോഗ് പറയുന്നവർ അതിൻ്റെ ഇടയിൽ കൂടെ ആൻസർ ഇട്ടിട്ടാണ് പിന്നെ ഡയലോഗ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 5 പേർ അഞ്ജു, സുധീഷ് ബാലൻ, വിനീത് ചില്ലൂസ്, റത്തുന, മഞ്ജുഷ. 5 പേർക്കും കൺഗ്രാറ്റ്സ്, മറ്റെല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ഓക്കെ, താമസിച്ചു സഞ്ജു ജയൻ പറയുന്നു. ആദ്യം പറഞ്ഞു അനീഷ് മഞ്ചയുടെ ആൻസർ ഞാൻ വായിച്ചു. ആൻസർ പറഞ്ഞു. ഞാനും ഫസ്റ്റ് അയച്ചു. അതെ, പക്ഷെ നമുക്കിവിടെ എത്തുമ്പോൾ 1 by 1 ആയിട്ടല്ലേ കിട്ടത്തുള്ളൂ. രശ്മി ബിനോയ് അമി രാഖി ടീച്ചറിന് കിട്ടുന്നതില്ലെന്ന് തോന്നുന്നു. ക്ലാസ്സിൽ കയറിക്കോ, ഡ്യൂട്ടി കഴിഞ്ഞു മാഡം എന്ന് പറയുന്നുണ്ട്. നോ കുട്ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആമിയുടെ ഐഡിയയിലാണ് ഇട്ടത്, ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ് ചോദ്യം. 2005 ഒക്ടോബർ 12, 2005 ഒക്ടോബർ 21, 2005 ഓഗസ്റ്റ് 12, 2005 ഓഗസ്റ്റ് 21. ഓമന ചേച്ചി 9 എന്ന് പറഞ്ഞു. ചേച്ചി ആൻസർ മാറിപ്പോയോ? ഹായ് ഷൈജു TP. പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും മാക്സിമം ഷെയർ ചെയ്യാനാണ് നമ്മുടെ ഷിജു പറഞ്ഞിട്ടുള്ളത്. ഉഷ ചേച്ചി, ബിജു ചെറു ആൻസർ നോക്കിയിട്ട് ഉത്തരം പറയൂട്ടേ. രാജൻ MNR ബി പറയുന്നു, വിനീത് ചില്ലൂസ് ബി പറയുന്നു, ഉഷ കമേഷ് ബി പറയുന്നു, റത്തുന എ പറയുന്നു, സിൻഷ രതീഷ് സി പറയുന്നു, അനീഷ് മഞ്ചാടി സി പറയുന്നു, ലിൻസി ജോബി എ പറയുന്നു, ഷൈജു TP ഷെയർ ചെയ്തു. ചേച്ചി എനിക്ക് ഷെയർ ചെയ്ത് സമ്മാനം തരും. പിന്നെ സമ്മാനം തരുന്നുണ്ട്, ഗ്രൂപ്പിലോട്ട് വന്ന് ഞാൻ അങ്ങോട്ട് സമ്മാനം തരാം. ലംസീന എനിക്ക് ലാസ്റ്റ് ആകുമ്പോഴാണ് വരുന്നതെന്ന് മഞ്ജുഷ ബി പറയുന്നു, ഷൈജു TP എ പറയുന്നു. ഷൈജു TPയുടെ ഷെയറിംഗ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. മഞ്ജുഷ സുധീഷ് ബി പറയുന്നു. എന്തായാലും ഞാൻ 2 പ്രാവശ്യം പറഞ്ഞു എന്ന് ഷിനോജ് പറയുന്നു. ശ്രീരാഗ് ചത്തോത്ത് എ പറയുന്നുണ്ട്. ആദ്യമേ കമന്റ് ബോക്സ് ഓണാക്കി വെച്ചേക്കണം, ക്വസ്റ്റ്യൻ കാണുന്നത് ആൻസർ അങ്ങ് പെട്ടെന്ന് ഇടണം. അഖില ശരത്ത് ഡി പറയുന്നു, ഷിനോജ് കാഞ്ഞങ്ങാട് ബി പറയുന്നുണ്ട്. ഓക്കെ, ശോഭക്കുട്ടി സി പറയുന്നുണ്ട്, സജിത്ത് പൊന്നാര്യൻ എ പറയുന്നുണ്ട്, രാജേഷ് ശോഭക്കുട്ടി എ പറയുന്നു, രാജേഷ് EC സി പറയുന്നു, സജിത്ത് പൊന്നാര്യൻ എ പറയുന്നുണ്ട്, സജു ലിലി ഉഷ ചേച്ചിയെ പറയുന്നുണ്ട്, സജിത്ത് പൊന്നാര്യൻ എ പറയുന്നു. ഇത് ആദ്യം അയച്ചു, പക്ഷെ ഇവിടെ ഓരോന്നായിട്ടല്ലേ വരാൻ പറ്റുള്ളൂ. ബസ്സിന്റെ കാര്യങ്ങൾ പറയൂ ടീച്ചർ. പ്രബി മഞ്ചാട് എന്തോന്ന് ബസ്. ലംസീന എ പറയുന്നു.
ലംസീന എ പറയുന്നു, ശ്രീരാഗ് ചാത്തോത്ത് എ പറയുന്നു, ജേക്കബ് സി പറയുന്നു, സുധീഷ് ബാലൻ എ പറയുന്നു, സ്മിജ രാജീവ് ബി പറയുന്നു, അനീഷ് മഞ്ചാടി സി പറയുന്നു. യൂട്യൂബ് റൂട്ടസ് ഇതിനാണല്ലോ ഇതെല്ലാം എഴുതി തന്നത്. ഉഷ കമേഷ് ജനമൈത്രി പോലീസ്. ലൈവിന്റെ ലിങ്ക് ആരും ഇട്ടില്ല, ഗ്രൂപ്പിൽ ഉത്തരവാദിത്വം ആരുമില്ല. ഞാനിവിടെ പറഞ്ഞു കേട്ടോ, ദിൽജിത്തിനെങ്കിൽ ഇതൊക്കെ തോന്നിയല്ല. ഞാൻ ഉഷ ചേച്ചിയുടെ അടുത്തും പറഞ്ഞു. അഞ്ജു വി എസ് എ പറയുന്നു, ഓമൻ അമിത് എ പറയുന്നു, ഷമീർ കെ എച്ച് എ പറയുന്നു, ശ്രീരാഗ് എ പറയുന്നുണ്ട്, ജേക്കബ് പെയർ ഹലോ മൈ ഡിയർ എന്ന് വിളിക്കുന്നുണ്ട്. ആരെയാണെന്തോ സജു ലിലി ഉഷ കമേഷിനെ വിളിക്കുന്നുണ്ട്. ഓക്കെ, ആൻസർ 2005 ഒക്ടോബർ 12 എന്നാണ്. അതിൽ പലരും 21 ചാടിപ്പോയിരുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞത് റത്തുന. കണ്ടില്ലേ, നിങ്ങൾ എവിടെ ഡയലോഗ് പഠിപ്പിച്ചിട്ടുണ്ട്. റത്തുന സ്കോർ ചെയ്യാണ്. റത്തുന, ലിൻസി ജോബി, ഷൈജു ടി പി, ശ്രീരാഗ് ചാത്തോത്ത്, ശോഭ കെ ടി ആർ. 5 പേരാണ് ആദ്യം പറഞ്ഞത്. 5 പേർക്കും കൺഗ്രാറ്റ്സ്. ഓക്കെ, 5 പേർക്കും കൺഗ്രാറ്റ്സ്. അനീഷ് മഞ്ചാടി പോകുന്നു. കുട്ടി അവിടെ നില്ല് കുട്ടി. അംശുവിനെ വിളിക്കുന്നു. അംശുത എല്ലാം എഴുതി തന്നിട്ടൊക്കെ അങ്ങോട്ട് പോയി. ആതിര അനിൽകുമാർ ഹായ് ഡിയേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഹായ് ആതിര, ഞാൻ ഇട്ടിരുന്നു എന്ന് പറയുന്നു. ആ ലൈവല്ല, നമ്മുടെ കുടുംബ ഫാമിലിയിലോട്ടാണ് ചേച്ചി. വിനീത് ചില്ലൂസ്, മഞ്ജുഷ എൻ്റെ ടോപ്പ് ഫാൻ പോയി. അതന്നെ വരണം. ലൈവിലൊക്കെ ഈ ഓടി നടക്കുമ്പോൾ ഈ ലൈവിൽ ഇവിടെ ഇടയ്ക്ക് വരണം ശോഭക്കുട്ടി. ഇതാണ് ശോഭ. ബുക്ക് കിട്ടിയിട്ട് അതിനെക്കുറിച്ച് ഒന്നും നമുക്ക് ഇട്ടില്ല. നമുക്ക് ഇത് ഒരു മീഡിയ എന്നുള്ള നിലയിൽ നമുക്കത് ഇടേണ്ടതാണ്. കിട്ടി എന്നുള്ളൊരു ഫോട്ടോ എങ്കിലും നമുക്ക് ഇടണമായിരുന്നു. 2 വരിയെങ്കിലും ഇടാമായിരുന്നു. സന്ധ്യ ഉത്തരം വന്നു എന്ന് പറയുന്നു. ഉത്തരം പറഞ്ഞു. ഓക്കെ, വലിയ പഠിപ്പൊന്നുമില്ല അതുകൊണ്ടാണ്. പക്ഷെ എഴുതിയത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലേ പ്രബി ചേച്ചി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോൾ? 2005 ഒക്ടോബർ 19, 2005 ഡിസംബർ 19, 2006 ഒക്ടോബർ 19, 2006 ഡിസംബർ 19. ഉഷ ചേച്ചി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു. സിലു ഹായ് സിലു. കാലനമപുരി സി പറയുന്നുണ്ട്. വിനീത് ചില്ലൂസ് ബി പറയുന്നുണ്ട്. ഷാജു ടി പി ബി പറയുന്നു. റത്ന റുബിൻ സി പറയുന്നു. രത്ന റുബിൻ വീണ്ടും ബി പറയുന്നു. രാജൻ എം എൻ ആർ സി പറയുന്നു. രശ്മി എൻ്റെ ആൻസർ വായിക്കുന്നില്ല, ഞാൻ പോകുക. എൻ്റെ രശ്മി ഞാൻ വായിക്കാതിരിക്കൂ. രവീന്ദ്രൻ ചെമ്മാടൻ ഹായ്. ലിൻസി ജോബി ബി പറയുന്നു. മഞ്ജുഷ സുധീഷ് സി പറയുന്നു. ലുമിഷ് ലാൽ ഹായ് ലുമിഷ് ലാൽ. ഈശ്വര, ക്യാമറ ബാക്ക് ആയി പോയാ. രാമചന്ദ്രൻ എം എൻ ബി പറയുന്നുണ്ട്. അഖില ശരത്ത് ഡി പറയുന്നു. സജു ലിലി സി പറയുന്നു. ലംസീന കുന്നത്ത് ബി പറയുന്നു. ലംസീന രശ്മി ആ സ്കോർ ബോർഡ് നോക്കിയായിരുന്നു. പിണങ്ങിപ്പോയാലേ നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടല്ലേ നമുക്ക് ഫസ്റ്റ് ആരും നിർത്താൻ പറ്റത്തുള്ളൂ. ഒരു ദിവസം ഒരു ആൻസർ വന്നില്ല എന്ന് വെച്ച് പിണങ്ങിയാലോ. ശ്രീരാഘു ബി പറയുന്നു. സജിത്ത് പൊന്നാര്യൻ അരുണേട്ടൻ്റെ നമ്പർ കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. ആരെങ്കിലും അരുൺ ചേട്ടൻ്റെ നമ്പർ ഒന്ന് ഇട്ടേക്കാമോ? ഷിനോജ് കാഞ്ഞങ്ങാടി എ പറയുന്നു. കാലൻ എമുപുരി പോകലേ എന്ന് പറയുന്നു. സന്ധ്യ ജയൻ സി പറയുന്നുണ്ട്. സ്മിജ രാജീവ് ബി പറയുന്നു. ജേക്കബ് സി പറയുന്നു. ശ്രീരാഗ് ചാത്തോത്ത് സി പറയുന്നു. ഷൈജു ടി പി ടൈം ഔട്ട് പറയുന്നു. ലുമിഷ് ലാൽ ബി പറയുന്നു. ഞങ്ങൾക്കറിയില്ല സാർ, എന്താണ് കാര്യമെന്ന് പറയൂ. പ്രബി സോജി ഹായ് പറയുന്നു. രാജേഷ് ഇ സി പരിയാരം ബി പറയുന്നു. രവീന്ദ്രൻ എ പറയുന്നു. അഞ്ചു എൻ്റെ ആൻസർ ലേറ്റായി അവിടെ വരുന്നത്. അത് മനസ്സിലായല്ലോ, നമ്മൾ വായിക്കാതിരിക്കുന്നതല്ല, ചില ആൻസർ അങ്ങനെ ആയി പോകുന്നത്. സൂപ്പർ കമ്മൽ എന്ന് പറയുന്നു. താങ്ക് യു ശോഭ. കുട്ടി ആൻസർ പറഞ്ഞോ. നാളെ ബാങ്ക് കോച്ചിങ് ക്വസ്റ്റ്യൻ തരുമോ എന്നാണ് ഷൈജു ടി ബി ചോദിക്കുന്നത്. സോജ ജെ സി പറയുന്നുണ്ട്. ബി ടാഗ് ചെയ്ത് തരുന്നുണ്ട്. ഷൈജു ടി ബിയുടെ നമ്പർ തന്നിട്ടുണ്ട്. ഇവിടെ സജിത്ത് പൊന്നാരി നമ്പർ ചോദിച്ചു, നമ്പർ തന്നിട്ടുണ്ട്. ആൻസർ വന്നു 2005 ഡിസംബർ 19 എന്നാണ്. ആദ്യം പറഞ്ഞ 5 പേര് വിനീത് ചില്ലൂസ്, ഷൈജു ടി പി, ലിൻസി ജോബി, രാമചന്ദ്രൻ എം എൻ, ലംസീന കുന്നത്ത്. അപ്പോൾ 5 പേർക്കും കൺഗ്രാറ്റ്സ്. അതുപോലെ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. അതേ ചില്ലു, മനസ്സിലാക്കട്ടെ. ഡോർ അടയ്ക്ക് അംശം എന്നാണ്. അംശം അങ്ങോട്ട് മാറിയിരുന്നു കിട്ടിയ ടൈമിൽ. ജയരാജ് ശംഖുബൈ ഹായ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് പിൻ ചെയ്തോട്ടെ. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ആരെന്നാണ് ചോദ്യം. ജ്യോതി വെങ്കിടാചലം, ഫാത്തിമ ബീവി, ദീപക് സന്ധു. അംശു, അപ്പോൾ 4ാമത്തെ ക്വസ്റ്റിൻ്റെ കാര്യം ഒന്ന് വോയിസ് ഇട്ടുതരാം. എഴുതുമ്പോൾ ഒന്ന് എഡിറ്റ് ചെയ്തിട്ടേക്കാൻ പറ. അരുൺകുമാർ ചിറ്റൂർ എ പറയുന്നുണ്ട്, ചിറ്റാർ എ പറയുന്നുണ്ട്. ജയരാജ് ശങ്കുവേൽ ഹായ് പറയുന്നു. സജു ലില്ലി ബി പറയുന്നുണ്ട്. ഷാജു ടി പി സി പറയുന്നു. ആൻസർ ശരിയാണ്, ഓപ്ഷൻ മാറിപ്പോയി. റത്തുന റുബിൻ എ പറയുന്നു. സിൻഷ രതീഷ് സി പറയുന്നു. രാജൻ എംഎൻആർ സി പറയുന്നു. മഞ്ജുഷ സതീഷ് സി എ പറയുന്നുണ്ട്. ദെൻ മഞ്ജുഷ സുധീഷ് എ പറയുന്നു. ശോഭ കെ ടി ആർ എ പറഞ്ഞു. ശോഭ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ ശോഭ. ഉഷ കമേഷ് സി പറയുന്നു. വിനോദ് ചില്ലൂസ് സി പറയുന്നു. കാലനിയമപുരി സി പറയുന്നുണ്ട്. ഷാജു ടി പി വരുൺ സാറിന്റെ നമ്പർ തന്നിട്ടുണ്ട്. ലുമിഷ് ലാൽ സി പറയുന്നു. സുധീഷ് ബാലൻ സി പറയുന്നു. രത്തുന റൂബിൻ ഗുഡ് നൈറ്റ് പറയുന്നു. എന്ത് കുട്ടി അവിടെ നിൽക്കൂ കുട്ടി. രാജേഷ് ഇ സി എ പറയുന്നു. രവീന്ദ്രൻ എ പറയുന്നുണ്ട്. രവീന്ദ്രൻ ചെമ്മനാൻ. സജു ലില്ലി ബി പറയുന്നു. രാജൻ അമ്മ ടീച്ചർ ഒരു പാട്ട് പാടാൻ. നമുക്ക് തീർന്നിട്ട് പറയാം. കുറെ ഉത്തരം പറഞ്ഞ് 2 വന്നത് സന്തോഷമെന്ന്. ജേക്കബ് ബി. ഷിനോജ് കാഞ്ഞങ്ങാടി എ. ശ്രീരാഗ് ചാത്തോത്ത് സി. കുളിച്ചിട്ട് വരാം, വല്ലപ്പോഴും കുളിക്കണം മനുഷ്യ. സോജ ജെ എ. സിലു സി. രാമചന്ദ്രൻ എം എൻ ബി. ചിമീൻ്റെ ഉത്തരം വന്നു. ദീപക് സന്ധു എന്നാണ്. ക്വസ്റ്റ്യൻ ഫസ്റ്റ് എന്ന് കണ്ടപ്പോൾ എല്ലാവരും ഓടിക്കേറി എ ഒക്കെ പറഞ്ഞതാണ് അബദ്ധം പറ്റിയത്. അപ്പോൾ ആദ്യം കറക്റ്റ് ആൻസർ പറഞ്ഞ 5 പേർ ഷൈജു ടി പി, സിൻഷ, രാമചന്ദ്രൻ രാജൻ എം എൻ ആർ, ഉഷ കാമേഷ് ചില്ലു. ഒന്നുകൂടെ പറയാം. ഷൈജു ടി പി, സിൻഷ, രാജൻ എം എൻ ആർ, ഉഷ കാമേഷ്, ചില്ലൂസ്. 5 പേർക്കും കൺഗ്രാറ്റ്സ്. ആൻസർ പറയാൻ ശ്രമിച്ച എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. എൻ്റെ ആൻസർ ഇതും വായിച്ചില്ല എന്ന് രശ്മി ബിനോയ് പറയുന്നു. ഞാൻ ഒന്നുകൂടെ നോക്കാം. രശ്മി ഡിയർ വന്നിട്ടില്ല. രശ്മി നജീമ ജാഫറിൻ്റെ ആൻസറും വന്നില്ല. നിങ്ങൾ വന്നില്ല എന്ന് വെച്ചിട്ട് പിണങ്ങി പോകരുത്. മത്സരമായതുകൊണ്ട് തന്നെ ടോപ്പ് ആരാണ്, ഒരാഴ്ച ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്ന ആര് എന്നതാണ് നമ്മുടെ വിന്നർ. അപ്പം അതുകൊണ്ട് പകുതി വഴി വെച്ചിട്ട് പിണങ്ങിയിട്ട് പോവല്ലോ. മാക്സിമം സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷനെയും മറ്റ് കമ്മീഷന്മാരെയും നീക്കം ചെയ്യുന്നത് ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ: പ്രധാനമന്ത്രി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, രാഷ്ട്രപതി, സ്പീക്കർ. സുധീഷ് ബാലൻ സി. സജു ലിലി എ. രാജമെന്നാർ എ. ഉഷ കാമേഷ് സി. ഷൈജു ടി പി സി. അഞ്ജു വി എസ് സി. വിനീത് ചില്ലൂസ് ബി. സിൻഷ രതീഷ് സി. മഞ്ജുഷ സുധീഷ് എ. അഖില ശരത് സി. ലിൻസി ജോബി സി. ശോഭ കെറ്റിയർ സി. രാജേഷ് ഇ സി സി. കാലനിമപുരി സി. രവീന്ദ്രൻ ചെമ്മനാടൻ ബി. ഷിനോജ് കാഞ്ഞങ്ങാട് ബി. ലുമിഷ് ലാൽ സി. സ്മിജ രാജീവ് ബി. ജോ ജോസഫ് സി. എല്ലാം കമ്മീഷനാണല്ലോ എന്നാണ്. ബിജു സിമോൻ സി. ജേക്കബ് സി. അഞ്ജു സി പറയുന്നുണ്ട്. ജോ ജോസഫ് സി പറയുന്നുണ്ട്. ഓമിൻ അമിത് സി. ചോദ്യം കണ്ട ഉടനെ അയക്കണം. ഒരു നിമിഷം നമ്മളിങ്ങനെ നോക്കി നിന്ന് അതങ്ങ് പോവും. ലംസീന എൻ്റെ സി മുക്കി പറഞ്ഞത്. ചിമീൻ്റെ ഉത്തരം വന്നു രാഷ്ട്രപതി എന്നാണ്. ചിമീൻ്റെ ഉത്തരം വന്നു രാഷ്ട്രപതി എന്നാണ് ചിമീൻ്റെ ഉത്തരം. ഓക്കെ, അപ്പോൾ ആൻസർ പറഞ്ഞ ആദ്യത്തെ 5 പേർ: സുധീഷ് ബാലൻ, ഉഷ കാമേൽ, ഷൈജു ടി പി, അഞ്ജു വി എസ്, സിൻഷ. 5 പേർക്കും കൺഗ്രാറ്റ്സ്. ചോദ്യം പിൻ ചെയ്തത് മാറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബിജു ചെറുകോൽ വേറെ ആണ് കിടക്കുന്നത് എന്ന് പറയുന്നു. സോജ സി പറയുന്നു. സൗമ്യ ബിജു ബി പറയുന്നു. സമ്മാനം വേണ്ട അറിവിനാണെന്ന്. അതാണ് സ്പിരിറ്റ്. ആമിയുടെ ഐഡിയിൽ നിന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നത്. ഇന്നലെ എന്നുമായി എൻ്റെ ആൻസറിൽ ചിമിഴിൽ മെല്ലെയാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്.
സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ: ഗവർണർ, രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി. സജിത് പൊന്നാര്യൻ എ പറയുന്നു. ശോഭ KTR എ പറയുന്നു. മഞ്ജുഷ സുരേഷ് ബി പറയുന്നു. മഞ്ജുഷ സുധീഷ് ബി പറയുന്നു. വിനീത് ചില്ലൂസ് ബി പറയുന്നു. കാലൻ എമപുരി എ പറയുന്നു. ഉഷ കാമേഷ് എ പറയുന്നു. ലിൻസി ജോബി എ ക്യാപിറ്റലും സ്മോളും ഒക്കെ ആയിട്ട് എ കുറെ പറയാണ്. ഷിനോജ് കാഞ്ഞങ്ങാടി എ പറയുന്നു. അഞ്ജു VS പ്രസിഡന്റ് എന്ന് പറയുന്നുണ്ട്. ജോ ജോസഫ് എ പറയുന്നു. സിൻഷ രതീഷ് എ പറയുന്നു. രാജേഷ് EC ബി പറയുന്നു. ഷൈജു TP സി പറയുന്നു. സ്മിജ രാജീവ് സി പറയുന്നു. നെറ്റ് പ്രശ്നമാവോ എന്ന് പറയുന്നുണ്ട്. കാലൻ CI എന്ന് ചോദിക്കുന്നു. ലുമിഷ്ലാൽ എ, രശ്മി ബിനോയ് എ, ഒമന അമിത് എ, സന്ധ്യ ജയൻ എ. ക്വസ്റ്റ്യൻ കാണാതെ അയച്ച ആൻസർ ആണെന്ന് മഞ്ജുഷ സുധീഷ് പറയുന്നു. സൗമ്യ ബിജു എ, ജോൺ മാർക്കോസ് എ പറയുന്നു. ഹായ് ജോൺ മാർക്കോസ്. ബാബു സിമോൻ എ, ജേക്കബ് സി, അനിത കൃഷ്ണ. ഹായ് അനിത കൃഷ്ണ എ, സോജ എ, പ്രബി മച്ചഡോ കെ, സൗമ്യ ബിജു എ, ആമി അരുൺ കുമാർ ചിറ്റൂർ എ. ആൻസർ വന്നു ഗവർണർ എന്നാണ് ആൻസർ. കറക്റ്റ് ആൻസർ പറഞ്ഞത് സജിത് പൊന്നാര്യൻ, ശോഭ KTR, കാലൻ, ഉഷ കമേഷ്, ലിൻസി ജോബി. 5 പേർക്കും കൺഗ്രാറ്റ്സ്. ഒപ്പം തന്നെ ആൻസർ പറയാൻ ശ്രമിച്ച എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. അതെ, അനാമിക ചേച്ചി തന്നെ ഇനിയുള്ള ക്വസ്റ്റ്യൻ ഇട്ടാൽ മതി എന്നാണ് സജിത് പൊന്നാര്യൻ പറയുന്നത്. എന്നാലേ കറക്റ്റായിട്ട് എത്തുള്ളൂ എന്നാണ് പറയുന്നത്. സോജ എ, അരുൺകുമാർ എ. ഞാൻ ഗ്രൂപ്പിൽ തിരുവനന്തപുരം, മുട്ടിൽ, കാസർഗോഡ് ഷെയർ ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നു. മലയാളമാണ് ക്വസ്റ്റ്യൻ, നോക്കിക്കോളൂ. ആരുടെ തൂലികാ നാമമാണ് ആശ മേനോൻ? MK മേനോൻ, K ശ്രീകുമാർ, KK ശ്രീകുമാർ. ആരുടെ തൂലികാ നാമമാണ് ആശ മേനോൻ? ഓക്കെ, ആൻസർ വന്നോട്ടെ. സുധീഷ് ബാലൻ സി പറയുന്നു. ഉഷ കാമേഷ് എ പറയുന്നു. കാലന്യൂമരി സി പറയുന്നു. രാജൻ MNR ബി പറയുന്നു. സിൻഷ രതീഷ് ബി പറയുന്നു. ശോഭ KTR ബി പറയുന്നുണ്ട്. ദെൻ വിനീത് ചില്ലു സി പറയുന്നു. മഞ്ജുഷ സുധീഷ് എ പറയുന്നു. ബിജു ചെറുകോൽ ബി പറയുന്നു. ബിജു ചെറുകോൽ ബി പറയുന്നു. രാജേഷ് EC പരിയാരം ബി പറയുന്നു. ഷൈജു TP ബി പറയുന്നു. സൗമ്യ ബിജു സി പറയുന്നു. ജോ ജോസഫ് ബി പറയുന്നു. അനിത കൃഷ്ണ ബി പറയുന്നു. ലുമിഷ്ലാൽ സി പറയുന്നു. ജോ ജോസഫ് ബി പറയുന്നു. ജേക്കബ് എ പറയുന്നു. ജോൺ മാർക്കോസ് ബി പറയുന്നു. ഷജിത് പൊന്നാര്യൻ എന്റെ ഉത്തരം വന്നില്ല എന്ന് പറയുന്നു. യെസ്. സോജ സി പറയുന്നു. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്ന് ഷൈജു പറയുന്നു. ലംസീന ബി പറയുന്നു. 5-ലുണ്ടായിരുന്നു, വായിച്ചില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ എഴുതിയതിൽ വന്നില്ലായിരുന്നു. ജോയുടെ വന്നപ്പോൾ 5 കഴിഞ്ഞു, ഞാനത് ശ്രദ്ധിച്ചായിരുന്നു. സതീദേവി വനജേഷി ഹായ് ചേച്ചി എ പറയുന്നു. ചിമിഴി ചോദ്യം ഇടരുത് എന്നാണ് പറയുന്നത്. ചിമിഴിന്റെ ആൻസർ വന്നു K ശ്രീകുമാർ. പൊന്നാര്യൻ ഒന്ന് നമ്മുടെ അരുൺ ചേട്ടനെ വിളിക്കുമ്പോൾ ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞു തരും കേട്ടോ. ആദ്യത്തെ 5 പേർ രാജൻ MNR, സിൻഷ. ആൻസർ K ശ്രീകുമാർ എന്നാണ്. ആൻസർ പറഞ്ഞ ആദ്യത്തെ 5 പേർ രാജൻ MNR, സിൻഷ, ശോഭ KTR, ബിജു ചെറുകോൽ, രാജേഷ് EC. 5 പേർക്കും കൺഗ്രാറ്റ്സ്. ഒപ്പം ആൻസർ പറഞ്ഞ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ഓക്കെ. ഓമിന അമിത് ബി പറയുന്നു. അഞ്ജു VS ബി പറയുന്നു. ഓക്കെ, ചിമിനിന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നന്ദനാർ ആരുടെ തൂലികാ നാമമാണ്? PC കുട്ടിക്കൃഷ്ണൻ, PC ഗോപാലൻ, PV നാരായണൻ നായർ, P ശങ്കരൻ നമ്പൂതിരി. ഓക്കെ, അപ്പോൾ ആൻസർ വരട്ടെ.
സുധീഷ് ബാലൻ ഡി പറയുന്നു. ജോ ജോസഫ് ബി പറയുന്നു. സജിത് പൊന്നാര്യൻ ബി പറയുന്നു. സിൻഷ രതീഷ് ബി പറയുന്നു. രാജൻ എംഎൻആർ ഡി പറയുന്നു. ഉഷ കാമേഷ് ഡി പറയുന്നു. മഞ്ജുഷ സുധീഷ് ബി പറയുന്നു. വിനോദ് ചിലൂസ് ഡി പറയുന്നു. രാജേഷ് ഈസി പരിയാരം ബി പറയുന്നു. ഷൈജു ടി പി സി പറയുന്നു. ഷിനോജ് കാഞ്ഞങ്ങാട് ബി പറയുന്നു. ശോഭ KTR ബി പറയുന്നു. കാലൻ എമപുരി പറയുന്നു. തോമസ് പറയലൈസ് വെൽക്കം ബാക്ക് തോമസ്. അനിത കൃഷ്ണ ഡി പറയുന്നു. ഇതിലും എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സതീദേവി അതെങ്ങനെ അറിയാം ഹായ് പറയുന്നു. ഓമന അമിത് ബി പറയുന്നു. ജോയ് ജോസഫ് ബി പറയുന്നു. ബിനു കുട്ടപ്പൻ ബി പറയുന്നു. ജോൺ മാർക്കോസ് എ പറയുന്നു. ഷൈജു ടി പി എ പറയുന്നു. സോജ ഡി പറയുന്നു. അഖില ശരത്ത് പറയുന്നു മാറിപ്പോയി ബി എന്ന്. ഓക്കെ. അഞ്ജു VS ബി പറയുന്നു. സൗമ്യ ബിജു ബി പറയുന്നു. സുജിത്ത് എ പറയുന്നു. അപ്പൊ ആൻസർ പറഞ്ഞു തീർന്ന എല്ലാവരും. നന്ദനാർ ആരുടെ തൂലികാ നാമം എന്നാണ് ചോദിക്കുന്നത്. നന്ദനാർ ആരുടെ തൂലികാ നാമം എന്നാണ് ചോദിക്കുന്നത്. ജോ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ എഴുതുന്ന ആൻസർ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ പേരാണ് എഴുതുന്നതെന്ന്. ആൻസർ PC ഗോപാലൻ എന്നാണ്. ആൻസർ പറഞ്ഞത് ജോ ജോസഫ്, സജിത് പൊന്നാര്യൻ, സിൻഷ, മഞ്ജുഷ, ദെൻ രാജേഷ് ഈസി. 5 പേർക്ക് കൺഗ്രാറ്റ്സ്. ഇന്ന് ഗാനമേള ഉണ്ടോയെന്ന് അറിയില്ല സാർ. മുതലാളി എവിടെയാണെന്ന് അറിയില്ല, ബിസി ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ 5 പേർക്കും കൺഗ്രാറ്റ്സ്. ആമി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരട്ടെ. ഓക്കെ, ക്വസ്റ്റ്യൻ അവിടെ വരുമ്പോൾ തന്നെ നമ്മൾ പിൻ ചെയ്യാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. ക്വസ്റ്റ്യൻ നോക്കുക, അങ്ങ് എഴുതുക. കൊഴിഞ്ഞ ഇലകൾ എഴുതിയത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ബഷീർ, ഓപ്ഷൻ ബി ലീല നമ്പൂതിരി, ഓപ്ഷൻ സി ജോസഫ് മുണ്ടശ്ശേരി. നമ്മൾ വീണ്ടും പിൻ ചെയ്യുന്ന സമയം വരെയൊക്കെ വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഇവിടെ എല്ലാവരും ഇങ്ങനെ എഴുതി അങ്ങ് ഇടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ABC ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ആൻസേഴ്സ് വായിക്കാം. അഖില ശരത് സി പറയുന്നു. ഉഷ കാമേഷ് സി പറയുന്നു. സിൻഷ രതീഷ് സി പറയുന്നു. കാലൻ എമപുരി ബി പറയുന്നു. വിനീത് ചില്ലു സി പറയുന്നു. മഞ്ജുഷ സുധീഷ് സി പറയുന്നു. ശോഭ KTR സി പറയുന്നു. ഷിനോജ് കാഞ്ഞങ്ങാടി സി പറയുന്നു. കാലൻ എമപുരി ബി പറയുന്നു. രമേശ് AR രമേശ് ഹായ് പറയുന്നുണ്ട്. ഹായ്. സതീഷ് പുൽത്തരത്തിൽ ഹായ് SP ബി പറയുന്നു. ലിൻസി ജോബി സി പറയുന്നു. ഞാൻ പോകുന്നു കാർ. ഓക്കെ, ഡ്യൂട്ടി കിട്ടിയിട്ട് വരട്ടെ. ഓക്കെ ഷൈജു. സതീഷ് പുൽത്തരത്തിൽ ഹായ് പറയുന്നു. ജോ ജോസഫ് സി പറയുന്നു. ഷൈജു TP ബി പറയുന്നു. ഓമന അമിത് സി പറയുന്നു. ജോ സി പറയുന്നു. ജോൺ മാർക്കോസ് ബി പറയുന്നു. സുധീഷ് ബാലൻ ബി പറയുന്നു. രമേശ് സി പറയുന്നു. സതീദേവി സി പറയുന്നു. ലംസിന കുന്നത്ത് സി പറയുന്നു. അപ്പോൾ ചിമിലിൻ്റെ ആൻസർ വരട്ടെ. പിണങ്ങിപ്പോകാൻ ശ്രമിക്കാതെ ആൻസർ പറയാൻ ശ്രമിക്കൂ. ആൻസർ ജോസഫ് മുണ്ടശ്ശേരി എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ആദ്യത്തെ 5 പേർ അഖില ശരത്ത്, ഉഷ കാമേഷ്, സിൻഷ, വിനീത ചില്ലൂസ്, മഞ്ജുഷ സുധീഷ്. 5 പേർക്കും കൺഗ്രാറ്റ്സ്. സജിത്തിന്റെ പേര് കഴിഞ്ഞ പ്രാവശ്യം മുമ്പത്തെ ക്വസ്റ്റ്യന് സജിത്ത് 4th വന്നിരുന്നു. സജിത്തെ. ബിജു ഷെറോൾ സി, സിജു സി, സജു ലില്ലി ഹായ് സജു, സുജിത്ത് ബി, സിലു സി, തോമസ്. രാഖി ടീച്ചർ ഒരു പാട്ട് പാടും സാർ. അത് കഴിഞ്ഞിട്ട് പാടാമേ. ഇപ്പം ലൈൻസ് എഴുതിയാൽ നമുക്ക് പാടാം. ഓക്കെ, ക്വസ്റ്റ്യൻ സ്പിൻ ചെയ്തിട്ടുണ്ട്. വെളുത്ത പശു പച്ച പുല്ല് വേഗത്തിൽ തിന്നു. ഇവിടെ ക്രിയാവിശേഷണം ഏത്? വെളുത്ത പശു വേഗത്തിൽ തിന്നു. ആൻസർ വരട്ടെ. സുധീഷ് ബാലൻ സി പറയുന്നു. രാജൻ MNR ബി പറയുന്നു. അഖില ശരത് സി പറയുന്നു. സജു ലില്ലി സി പറയുന്നു. സുധീഷ് ബാലൻ സി പറയുന്നു. മഞ്ജുഷ സുധീഷ് സി പറയുന്നു. ഉഷ കാമേഷ് സി പറയുന്നു. അഞ്ജു VS സി പറയുന്നു. മഞ്ജുഷ സുധീഷ് സി പറയുന്നു. ശോഭ KTR സി പറയുന്നു. നികേഷ് സി പറയുന്നു. അഖില കൃഷ്ണൻ സി പറയുന്നു.
സുജിത് പൊന്നാരിയൻ ബി പറയുന്നു. സിൻഷ രതീഷ് സി പറയുന്നു. തോമസ് പറയൽ ഐസക് സി പറയുന്നു. ശോഭ സി പറയുന്നു. രാമചന്ദ്രൻ എം എൻ സി പറയുന്നു. വിനീത് ചില്ലൂസ് സി പറയുന്നു. രാജേഷ് ഇ സി പറയുന്നുണ്ട്. ലിൻസി ജോബി സി പറയുന്നു. ജോ ജോസഫ് സി പറയുന്നു. ബിജു ചെറുകോൽ ബി പറയുന്നു. ബിജു മാറ്റില്ല എന്നാണ്. സൗമ്യ ബിജു സി പറയുന്നു. അജയൻ നരിക്കോട്ട് ഹായ് സാർ. ജോ സി പറയുന്നു. വീണ്ടും വന്നു എന്ന് പ്രബി മച്ചാട് പറയുന്നു. വെൽക്കം സാർ. ജോ സി പറയുന്നു. ഷിനോജ് കാഞ്ഞങ്ങട എ പറയുന്നു. സതീദേവി സി പറയുന്നു. എസ് കെ നായർ സി പറയുന്നു. രമേശൻ സി പറയുന്നു. സതീദേവി ഡി പറയുന്നു. അജയൻ നരിക്കോട്ട് സി പറയുന്നു. രാമചന്ദ്രൻ സി പറയുന്നു. സോജ സി പറയുന്നു. സന്ധ്യ ജയൻ ഡി പറയുന്നു. രമേശൻ എ സി പറയുന്നു. ജോ സി പറയുന്നു. ലംസീന സി പറയുന്നു. ടീച്ചർ ക്ലാസിക്കൽ സോങ് പാടണം, നന്നായിരിക്കും സ്വരമുള്ളത്. സിലു സിലു സി പറയുന്നു. ഓമിൻ അമിത് സി പറയുന്നു. ഓമിൻ അമിത് സി പറയുന്നു. സിലു സി പറയുന്നു. ലിൻസി ജോബി സി ഡി പറയുന്നു. അപ്പോൾ ഇത്ര പേരല്ലേ ഉള്ളൂ. എങ്കിൽ ചിമിൻ്റെ ആൻസർ ഇതാ വന്നു. സുജിത്ത് ഹായ് സുജിത്ത് സി പറയുന്നു. വേഗത്തിൽ എന്നതാണ് ഇവിടുത്തെ ആൻസർ. കറക്റ്റ് ആൻസർ പറഞ്ഞ ആദ്യത്തെ 5 പേർ സുധീഷ് ബാലൻ, അഖില ശരത്, സജു ലില്ലി, മഞ്ജുഷ സുധീഷ്, ഉഷ കാമേഷ്. 5 പേർക്കും കൺഗ്രാറ്റ്സ്. അതോടൊപ്പം ആൻസർ പറയാൻ ശ്രമിച്ച എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ഹായ് ആർ കെ നമ്പ്യാർ സാർ ഹായ്. ജോയുടെ ആൻസേഴ്സ് എല്ലാം വന്നു. ജോ ഫസ്റ്റ് 5-ൽ വന്നില്ല എന്ന് മാത്രം. ജോ ഒരു 8-10 പ്രാവശ്യം ചെയ്തിട്ടിരുന്നു, ഞാനത് കണ്ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വരുന്നു. നിങ്ങൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആൻസർ അങ്ങ് ചെയ്യണം. ദ്വിത്വസന്ധിക്ക് നമസ്തേ നമ്പ്യാർ. ദ്വിത്വസന്ധിക്ക് ഉദാഹരണം കാറ്റുണ്ട്, തിരുവോണം, കടൽ തീരം, വാഴയില. ദ്വിത്വസന്ധിക്ക് ഉദാഹരണം ഏതാണ്? പെട്ടെന്ന് ആൻസർ വരട്ടെ. ആർ കെ നമ്പ്യാർ എന്തുണ്ട് വിശേഷം? ബിജു ചെറുകോൽ ബി പറയുന്നു. ശോഭ കീറ്റിയർ സി പറയുന്നു. സിൻഷ രതീഷ് സി പറയുന്നു. ദെൻ വിനീത് ചില്ലൂസ് ബി പറയുന്നു. ഉഷ കാമേഷ് സി പറയുന്നു. മഞ്ജുഷ സുധീഷ് എ പറയുന്നു. സന്ധ്യ ജയൻ ബി പറയുന്നു. സി പറഞ്ഞു. 2 സന്തോഷവും കൂടെ ഉണ്ട്. തോമസ് ബി പറയുന്നു. രാജൻ എം എൻ ആർ സി പറയുന്നുണ്ട്. രാജേഷ് ഇ സി ആർ സി പറയുന്നു. ലിൻസി ജോബി സി പറയുന്നു. മഞ്ജുഷ കടൽ തീരം എന്ന് പറയുന്നു. ഷിനോജ് കാഞ്ഞങ്ങട് സി പറയുന്നു. ആർ കെ നമ്പ്യാർ എ പറയുന്നു. മുജീബ് റഹ്മാൻ ഡി പറയുന്നു. കോപ്പി അടിക്കുന്നവർക്ക് സമ്മാനമാണ്. ജോ ജോസഫ് സി പറയുന്നു. ജോയുടെ ആൻസർ ഇപ്പോഴാണ് ജോ എത്തിയത്. സുഖം എന്ന് പറയുന്നു നമ്പ്യാർ. ഓക്കെ, അവിടെ എന്തുണ്ട് വിശേഷം? സുജിത്ത് ഡി പറയുന്നു. അയ്യോ ആൻസേഴ്സ് വരുന്നില്ലല്ലോ. ജോ ഫസ്റ്റ് 5 കഴിഞ്ഞപ്പോഴാണ് ജോയുടെ ആൻസർ വന്നത് എന്ന് വെച്ചിട്ട് ഇങ്ങനെ പറയാതിരിക്കരുത്, പറയുക. രഞ്ജിത്ത് സി പറയുന്നു. സതീദേവി സി പറയുന്നു. രഞ്ജിത്ത് രജി ഹായ് പറയുന്നു, ഹലോ പറയുന്നു. നികേഷ് പി സി പറയുന്നു. അഞ്ജു വി എസ് സി പറയുന്നു. കുറേ ആൻസേഴ്സ് ഇങ്ങനെ സൂക്രണം പിടിച്ച് വെച്ചേക്കായിരിക്കും. നിങ്ങൾ ഇത്രയും വായിച്ച് തീർന്നിട്ട് വിടാമെന്ന് വെച്ചിട്ടായിരിക്കും. സിലു എ പറയുന്നുണ്ട്. ഞാൻ പോകില്ല പിന്നെ അല്ലാതാ. സിലു എ പറയുന്നു. സേവിയർ ഫ്രാൻസിസ് ഹായ് സേവിയർ സി പറയുന്നു. രഞ്ജിത്ത് രാജ് ചിലങ്ക മോൾക്ക് ഒരു ഹായ് ഹായ് ഹായ്. കടൽ തീരം എന്ന ആൻസർ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ചെയ്തതാണ് ജോ ജോസഫ്. ജോയ്ക്ക് വേണമെങ്കിൽ നമ്മൾ ലൈവ് ചെയ്യാൻ ഒരു അവസരം തരാം. വെൽക്കം, വാം വെൽക്കം. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ 5 പേർ ശോഭ KTR, സിൻഷ, ഉഷ കമേഷ്, രാജൻ MNR, രതീഷ് EC. അപ്പോൾ 5 പേർക്കും കൺഗ്രാറ്റ്സ്. ആൻസർ പറയാൻ ശ്രമിച്ച എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ജോയ്ക്ക് ഇത് മനസ്സിലാവണമെങ്കിൽ നമുക്കിവിടെ ഒരു അവസരം തരാം. ജോ സജു സിലു എ പറയുന്നു. ഉഷ കമേഷ് ഞാനും എന്ന്. മുജീബ് എന്തായാലും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നു. പിൻ ചെയ്തേ. ഓക്കെ, സച്ചിദാനന്ദന്റെ കൃതി ഏത്? ഒരു കുരുവിയുടെ പതനം, മരുഭൂമികൾ ഉണ്ടാകുന്നത്, മറന്നുവെച്ച വസ്തുക്കൾ, കണ്ണുനീർത്തുള്ളി. ഇതില് സച്ചിദാനന്ദന്റെ കൃതി ഏതാണെന്നാണ് ശ്രദ്ധിച്ചിട്ട് വേണം. സച്ചിദാനന്ദൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് വേറെ ഏതെങ്കിലും പേര് ഓർമ്മിച്ചിട്ട് മാറിപ്പോവല്ലേ. സുധീഷ് ബാലൻ ബി പറയുന്നു. അഖില ശരത് ബി പറയുന്നു. രാജൻ MNR എ പറയുന്നുണ്ട്. ഉഷ കാമേഷ് ബി പറയുന്നു. സജു ലില്ലി ഡി പറയുന്നു. സിൻഷ ബി പറയുന്നുണ്ട്. മഞ്ജുഷ സുധീഷ് സി പറയുന്നു. ഷിനോജ് കാഞ്ഞങ്ങാടി എ പറയുന്നു. ബിജു ചെറുകോൽ ബി പറയുന്നു. ലിൻസി ജോബി ബി പറയുന്നു. അഞ്ജു VS ഡി പറയുന്നു. തോമസ് പറയിൽ ഐസക് ബി പറയുന്നു. എൻ്റെ ജോ നീ പോയോ? ശോഭ KTR സി പറയുന്നു. രതീഷ് EC അല്ല, രാജേഷ് EC. ഓക്കെ,
പ്രബി മച്ചാട് ബി പറയുന്നു. അജിത് തലവൂർ ബി പറയുന്നു. സുജിത് ബി പറയുന്നു. ഈ ആൻസർ എല്ലാവരും പറഞ്ഞില്ല. അപ്പോ ജോയ്ക്ക് പറയായിരുന്നു. അഖില ശരത്ത് എ പറയുന്നു. നമ്മളിങ്ങനെ മറ്റാരും പറയാത്ത ആൻസർ പറയുമ്പോഴല്ലേ. ശാന്തി പ്രതീഷ് നീതു ചേച്ചി അല്ലേ എന്നാണ്. എൻ്റെ പേര് രാഖി എന്നാണ്, അറിയാമോ? വിനീത് ചില്ലു പറയുന്നുണ്ട്. രാജീവ് ബി പറയുന്നു. ജോ പ്ലീസ് വെയിറ്റ്. ആൻസർ വന്നു. ചിമീൻ്റെ ആൻസർ മറന്നുവെച്ച വസ്തുക്കൾ എന്നാണ്. ബാക്കി എല്ലാവരും സച്ചിദാനന്ദൻ എന്ന് ചോദിച്ചപ്പോൾ ആനന്ദൻ എന്ന ഓർമ്മയ്ക്കായിരിക്കും മരുഭൂമികളൊക്കെ പറഞ്ഞത്. കറക്റ്റ് 2 പേര് മാത്രമേ പറഞ്ഞുള്ളൂ. മഞ്ജുഷ സുധീഷും ശോഭ KTR. അപ്പോൾ 2 പേർക്കും കൺഗ്രാറ്റ്സ്. ഈ ക്വസ്റ്റിന് താരം അവർ 2 പേരുമാണ്. ഓമിനാവിത്ത് ചേച്ചി ആൻസർ എത്തി. മഞ്ജുഷ സുധീഷ് ഡി പറയുന്നു. കുട്ടി അടി വാങ്ങിക്കും. സിലു സി പറയുന്നു. ചേച്ചി ഞാനൊന്ന് പോണം കേട്ടോ എന്ന് പറയുന്നുണ്ട്. സിലു സി പറയുന്നു. സതീഷ് കാക്കാടി എ പറയുന്നു. സോജ സി പറയുന്നു. സിലു സി പറയുന്നു. ബിജു ചോദ്യം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ആൻസർ നോക്ക് എന്നാണ് പറഞ്ഞത്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞില്ലല്ലോ ജോ. സിലു സി പറഞ്ഞു. സിൻഷതീഷ് കഴിഞ്ഞില്ലേന്ന്. ഇല്ല. SK നായർ എ പറയുന്നു. ഷാ വലിയ കാട്ട് ജോ തീർച്ചയായും താങ്കൾക്ക് ഈ ഒരു മാറാനാണെങ്കിൽ നമ്മൾ ഒരു ലൈവ് ചെയ്യാൻ അവസരം തരാം. ഷുവറായിട്ട് തരാം. അതിൻ്റെ ശരിക്കുള്ള ഒരു സത്യാവസ്ഥ എന്തെന്ന് മനസ്സിലാക്കണ്ടേ, അതിനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബെസ്റ്റ് സെല്ലർ അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻ എ നല്ല കച്ചവടക്കാരൻ. ഓപ്ഷൻ ബി ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പുസ്തകം. ഓപ്ഷൻ സി മെച്ചമായ സ്ഥിതി. ഓപ്ഷൻ ഡി പരമാവധി ശ്രമിക്കുക. കൺട്രാക്ക് എവിടെ പോയി? കൺട്രാക്ക് ഇന്നലെ പനിയായിരുന്നു എന്ന് ചോദിച്ചു. ഗ്രൂപ്പിൽ വരണേ എന്ന് പറയുന്നു. ആരാണ് അത് നോക്കുമെന്ന് ജോ പറയുന്നു. രാജേഷ് ഈസി പേര് പോലും ബലി കഴിച്ച് ഉത്തരം പറയാനില്ല എന്ന്. രാജേഷ് ഈസി. ബിജു ചെറുകോൽ ബി പറയുന്നു. സിൻഷ രതീഷ് ബി പറയുന്നു. ശോഭ KTR ബി പറയുന്നു. ഉഷ കാമേഷ് ബി പറയുന്നു. ബിജു ചെറുകോൽ ബി പറയുന്നു. സൗമ്യ ബിജു ബി പറയുന്നു. ലിൻസി ജോബി ബി പറയുന്നു. ലിൻസി ബി പറയുന്നു. ഷിനോജ് കാഞ്ഞങ്ങാട് ബി പറയുന്നു. ലിൻസി ബി പറയുന്നു. വിനീത് ചില്ലൂസ് ഡി പറയുന്നു. സുധീഷ് ബാലൻ എ പറയുന്നു. ഷാജൻ PK ഡി പറയുന്നുണ്ട്. വിനീത് ചില്ലൂസ് ഡി പറയുന്നു. സതീദേവി എ പറയുന്നു. പ്രബി മച്ചാട് എ പറയുന്നു. രാജീവ് ബി പറയുന്നു. വന്നിട്ട് പറയാം സസ്പെൻസ് എന്ന് ബിജു ചെറുകോൽ പറയുന്നു. ആമി ക്ഷമിക്കുന്നേ എന്ന് രാജേഷിന്റെ അടുത്താണോ പറയുന്നത്? ആൻസർ വന്നു. ഏറ്റവും വിറ്റഴിക്കപ്പെടുന്ന പുസ്തകം എന്നാണ് ആൻസർ ഏറ്റവും വിറ്റഴിക്കപ്പെടുന്ന പുസ്തകം എന്നാണ്. കറക്റ്റ് ആൻസർ പറഞ്ഞ ആദ്യത്തെ 5 പേർ ബിജു ചെറുകോൽ, സിൻഷ, ശോഭ KTR, ഉഷ കാമേഷ്, സൗമ്യ ബിജു. 5 പേർക്കും കൺഗ്രാറ്റ്സ്. സിലു എ പറയുന്നു. ഞാൻ പോയില്ലപ്പാ എന്ന് പറയുന്നുണ്ട്. ടീച്ചർ ഞാൻ പോവാ ബൈ എന്ന് 5 VS പറയുന്നുണ്ട്. എവിടെ? ഒമനാമിത്ത് ബി പറയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നു. 1000 ആണ്ട് എന്നതിൻ്റെ സന്ധി ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ലോപം, ദ്വിത്വം, ആഗമം, ആദേശം. സുധീഷ് ബാലൻ സി പറയുന്നു. സിൻഷ സി പറയുന്നു. വിനീത് എ പറയുന്നു. ഉഷ കാമേഷ് സി പറയുന്നു. മഞ്ജുഷ ബി പറയുന്നു. രാജൻ MNR സി പറയുന്നു. ബിജു പറയുന്നു. ഷിനോജ് കഞ്ഞങ്ങാട് എ പറയുന്നു. ശോഭ KTR സി പറയുന്നു. മിക്കവാറും ഈ ക്വസ്റ്റ്യൻ കമ്പനിക്ക് എന്ന സ്ഥിതിയായിരിക്കും. തോമസ് പറയിലേസ് കെ പറയുന്നു. അഖില ശരത്ത് ബി പറയുന്നു. സിലു ബി സി പറയുന്നു. രാജീവ് സി പറയുന്നു. എനിക്കറിയില്ല എന്ന് പ്രബി മച്ചാട് പറയുന്നു. സിലു സി പറയുന്നു. 1000 ആണ്ട് എന്നതിൻ്റെ സന്ധ്യയാണ് ചോദിച്ചത്. ബിജു ചെറുകോൾ ഡി പറയുന്നു. മഞ്ജുഷ സുധീഷ് ഡി പറയുന്നു. ബിജു ചെറുകോൽ വീണ്ടും ഡി പറയുന്നു. ലിൻസി ജോബി എ പറയുന്നു.
സുധീഷ് ബാലൻ ഡി പറയുന്നു, ലിൻസി എ പറയുന്നു, ഓമന അമിത് ഡി പറയുന്നുണ്ട്, ഉഷ കാമേഷ് ഡി പറയുന്നുണ്ട്. യെസ്, ആൻസേഴ്സ് വരട്ടെ. ഉഷ കാമേഷ് ഡി പറയുന്നുണ്ട്. കാലനിമുപരി ഹായ്, കുളിച്ചിട്ട് നനച്ചിട്ടൊക്കെ വന്നോ? വിനീത് ചില്ലീസ് ചോദിക്കുന്നത് ഡി ആണല്ലേ എന്നാണ്. അതെന്താന്നാണ്. സിൻഷ രതീഷ് ഡി പറയുന്നു, ലംസീന ബി പറയുന്നു. ടീച്ചർ ക്ലൂ തന്നു എന്നാണ്. ഡി ആണ് ആദേശം, ഡി എന്നാണ്. കമ്പനി കൊണ്ടുപോകണ്ടെന്നാണ്. ബിജു ചെറുകോലാണ് യു മാൻ ഫസ്റ്റ് പറഞ്ഞത്. മഞ്ജുഷ സുധീഷ്. അപ്പോൾ ആൻസർ ആദേശം എന്നാണ്. ആദ്യം പറഞ്ഞത് ബിജു ചെറുകോൽ, ദെൻ മഞ്ജുഷ സുധീഷ്, ദെൻ സുധീഷ് ബാലൻ, ദെൻ ഓമന അമിത്, ദെൻ ഉഷ കമേഷ്. 5 പേർക്കും കൺഗ്രാറ്റ്സ്. ബുദ്ധിമാന്മാർ. സിൻഷ ഡി, ലംസീന ബി, സതിദേവി സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബെന്യാമിൻ്റെതല്ല ചോദ്യം. ഓപ്ഷൻ ആടുജീവിതം, ഓപ്ഷൻ ബി മഞ്ഞവെയിൽ മരണങ്ങൾ, ഓപ്ഷൻ സി മുല്ലപ്പൂ നിറമുള്ള പകലുകൾ, ഓപ്ഷൻ ഡി ആരാച്ചാർ. ക്ലൂ എൻ്റെ വിനോദോ ചില്ലൂസേ അമ്പട പുളുസു. ബിജു ചെറുകോൽ എ പറയുന്നു. ഇത്ര ശ്രദ്ധിച്ച് നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണോ? ഇത്രയും ശ്രദ്ധിച്ച് പഠിക്കുന്ന കുട്ടികളാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എസ്പെഷ്യലി ബിജു എ പറയുന്നു, സിൻഷ ഡി പറയുന്നു, ശോഭ കെ ടി ആർ ഡി പറയുന്നു, ഉഷ കാമേഷ് ഡി പറയുന്നു, ദെൻ ശോഭ ഡി പറയുന്നു, ബിജു ചെറുകോൽ എ പറയുന്നു, ലിൻസി ജോബി ഡി പറയുന്നു, വിജിത്ത് വി കെ. ഹായ് വിജിത്ത്, എവിടെ ആയിരുന്നു വിജിത്ത്? വിജിത്ത് വി കെ സി പറയുന്നു, വിജിത്ത് വി കെ സി പറയുന്നു. ജോ ജോസഫ് ഡി പറയുന്നു, മഞ്ജുഷ സുധീഷ് ഡി പറയുന്നു, കാലനിമുപുരി ഡി പറയുന്നു, രാജേഷ് ഇ സി പരിയാരം ഡി പറയുന്നു, ഷിനോജ് കഞ്ഞോണ ഡി പറയുന്നു. പണി പാളി, ഉത്തരം വായിച്ചില്ല എന്ന് ബിജു ചെറുകോൽ. കുട്ടി കഴിഞ്ഞ ആൻസർ വായിച്ചു, ഈ ആൻസറും വായിച്ചു. കാലനിമുപുരി ഡി പറയുന്നു, ആരാച്ചാർ കെ ആർ മീര ആണെന്ന് ശോഭ കെ ടി ആർ പറയുന്നു, തോമസ് പറയലേസയ്ക്ക് ഡി പറയുന്നു, ലംസീന ഡി പറയുന്നു, അജി തലവൂർ സി പറയുന്നു, കാലനെബൂരി ചിരി വരുന്നു, സുധീഷ് ബാലൻ എ പറയുന്നു, അഖില ശരത് ഡി പറയുന്നു, പ്രബി മച്ചാട് ചിരിക്കുന്നു, സീമ എസ് എ പറയുന്നു, മഞ്ജുഷ മീര ആരാച്ചാർ എന്ന് പറയുന്നു. വിനീത് എവിടെ പോകാതാന്ന് ചോദിക്കുന്നു. മുജീർ റഹ്മാൻ എ. ഇതാ ചിമിനിന്റെ ആൻസർ വന്നു. ആരാച്ചാർ എന്നാണ് ആൻസർ. ആരാച്ചാർ മീര. ആദ്യം പറഞ്ഞത് സിൻഷ, ശോഭ കെ ടി ആർ, ഉഷ കാമേഷ്, ലിൻസി ജോബി, ജോ ജോസഫ്. 5 പേർക്കും കൺഗ്രാറ്റ്സ്. ഉത്തരമല്ല, ചോദ്യം വായിക്കാനുള്ള ക്ഷമ കാണിച്ചില്ല. ബെന്യാം എന്ന് കേട്ടപ്പോൾ എടുത്തു ചാടി, അതാണ്. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, വായിച്ചു എന്ന് പറ. അതല്ല ക്വസ്റ്റ്യൻ, ബിജു ക്വസ്റ്റ്യൻ വായിച്ചില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പിൻ ചെയ്തിട്ടുണ്ട്. ഇതും ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് പറയണേ. കാറ്റ് എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത് ഏത്? അനിലൻ, അനലൻ, പവനൻ, പവമാൻ. അതാണ് എനിക്ക് മനസ്സിലായി ബിജു. ചോദ്യം വായിക്കാനുള്ള ഒരു ക്ഷമ കുട്ടിക്ക് ഉണ്ടായില്ല. പറയുന്നു, എന്ത് സിനിഷയ്ക്ക് പറഞ്ഞൂടെ കാലൻ? വിനീത് ചില്ലു ഡി പറയുന്നു, ബിജു ചെറുകോൽ സി പറയുന്നു, രാജൻ എം എൻ ആർ ബി പറയുന്നു, ശോഭ കെ ടി ആർ ബി പറയുന്നു, രാജൻ എം എൻ ആർ ബി പറയുന്നു, ശോഭ കെ ടി ആർ ബി പറയുന്നു, ഉഷ കാമേഷ് ബി പറയുന്നു,
എനിക്കും പൈക്കിനിപ്പ ഞാൻ പോകുന്നു എന്ന് ഷിനോജ് പറയുന്നു. സിൻഷ രതീഷ് ഡി പറയുന്നു. കാലനവപുരി ഡി പറയുന്നു. രാജേഷ് EC ബി പറയുന്നു. സൗമ്യ ബിജു ഡി പറയുന്നു. അംശു 23rd ഒന്ന് നോക്കിയാണ്. ഷിനോജ് കാഞ്ഞങ്ങാട് ബി പറയുന്നു. അനീഷ് രശ്മി ഹായ് അനീഷ്, ഷെയർ ചെയ്യണേ, പെട്ടെന്ന് ഷെയർ ഇട്ടിട്ട് വാ. SK നായർ ഡി പറയുന്നു. ആൻസർ നോക്കിയാണ്. ഇപ്പുറത്തെ പേജിൽ എഴുതിയില്ല. ഇതാണ് രണ്ടു ആൻസർ വേറെ വേറെയാണ്. നീ വേണ്ടി മാറ്റിപ്പോയി നീ എഴുതിയത്. ഓക്കെ. ബിജി ചെറുകോൽ കൈവിട്ടു വീണ്ടും എന്ന് പറയുന്നു. ലംസീന ബി പറയുന്നു. മുജീബ് റഹ്മാൻ ഡി പറയുന്നു. സക്കു ജക്കു ഹായ്. രാജീവ് ഡി പറയുന്നു. തോമസ് പാറയിൽ ഐസക് ബി പറയുന്നു. സതീദേവി ഡി പറയുന്നു. സിൻഷ രതീഷ് EC ക്വസ്റ്റ്യൻ ഡേ എന്ന് പറയുന്നു. സൗമ്യ ബിജു ബി പറയുന്നു. മഞ്ജുഷ സുധീഷ് എ പറയുന്നു. തോമസ് പാറയിൽ ഐസക് സി പറയുന്നു. രാജേഷ് EC ടി എന്ന് പറയുന്നുണ്ട്. സക്കു ചെക്കു ഡി എന്ന് പറയുന്നുണ്ട്. സന്തോഷ് വിജയൻ ഡി പറയുന്നു. രത്തു എവിടെ സിൻഷ? രത്തു ബൈ പറഞ്ഞു പോയി. ഓമനാമിത്ത് ഗുഡ് നൈറ്റ് പറയുന്നു. ബിരിയാണി വേണം കല്യാണം പ്രമാണിച്ചെന്ന് പറയുന്നുണ്ട്. ആമി ഗിറൊന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. പോയി. ശരി ഞാൻ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അതിവിടെയാണ്, അതെടുത്ത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ. അനലൻ എന്നാണ്, അത് ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. അനൽ എന്നാണ് ആൻസർ. ചിരുമീനിന്റെ ആൻസർ വന്നു. കറക്റ്റായിട്ട് പറഞ്ഞ ആദ്യത്തെ 5 പേർ സുധീഷ് ബാലൻ, രാജൻ MNR, ശോഭ KTR, ഉഷ കാമേഷ്, രാജേഷ് EC. ബാക്കിയുള്ളവർക്കും കൺഗ്രാറ്റ്സ്. അത് തന്നെയാണ് അടുത്തത്. ഓക്കെ. പ്രജിത ഹായ് രാഖി എന്ന് പറയുന്നു. പ്രജിത ഹായ് പ്രജിത. രുക്കു എന്ത് ചെയ്യുന്നു? ബഷീർ ഡി പറയുന്നു. വിശക്കുന്നു എന്ന് മഞ്ജുഷ പറയുന്നു. നമുക്കറിയാം കണ്ണൂർ എന്ന് കാലൻ പറയുന്നു. മൊയിലാളി വന്നു എന്ന് പറയുന്നുണ്ട് ബിജു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബെഞ്ചമിൻ ബെയ്ലി 1821 CMS പ്രസ് സ്ഥാപിച്ചത് എവിടെ എന്നാണ് ചോദ്യം. ഓപ്ഷൻ A കോട്ടയം, B തിരുവനന്തപുരം, C എറണാകുളം, D പാലക്കാട്. സൗമ്യ ബിജു എ പറയുന്നു. സിൻഷ രതീഷ് എ പറയുന്നു. രാജൻ MR എനിക്ക് എല്ലാം EC ക്വസ്റ്റ്യൻ ആണെന്ന്. താങ്കൾ ആരാണ്? ബ്രൈറ്റ് സ്റ്റുഡന്റ് ആണ്. നമ്മുടെ സുനിൽ വി ശ്രീധരനെ കാണാനില്ലല്ലോ. ഉഷ കമേഷ് എ പറയുന്നു. രാജൻ MNR എ പറയുന്നുണ്ട്. ബിജു ചെറുകോൽ ബി പറയുന്നുണ്ട്. ഈ കുട്ടി എന്താണ് ക്വസ്റ്റ്യൻ? മഞ്ജുഷ സുധീഷ് എ പറയുന്നുണ്ട്. വിനീത് ചില്ലൂസ് ബി പറയുന്നു. മഞ്ജുഷ സുധീഷ് എ പറയുന്നു. ഷിനോജ് കാഞ്ഞങ്ങാടി എ പറയുന്നു. രാജേഷ് EC പരിയാരം എ പറയുന്നു. സൂര്യ പാലക്കാട് എ പറയുന്നു. മുജീബ് റഹ്മാൻ ഡി പറയുന്നു. മഞ്ജുഷ കോട്ടയം എന്ന് പറയുന്നു. പ്രജീത BC എ പറയുന്നു. രാജീവ് എ പറയുന്നു. ബിജു ചെറുകോൽ എസ് പറയുന്നു. ബഷീർ എ പറയുന്നു. SK നായർ ബി പറയുന്നു. ചിമിലിന്റെ രത്ത് എവിടെയെന്ന് ചോദിച്ചതിന് മറുപടി ചിമിലിൽ നിന്ന് വന്നിട്ടുണ്ട്. ചിമിലി എ എന്ന് പറയുന്നു. തോമസ് പാറയിൽ ഐസേക്ക് തിരുവനന്തപുരം എന്ന് പറയുന്നു. സുനീഷ് ബാലൻ സുധീഷ് ഡി പറയുന്നുണ്ട്. വിനീത് ഉഷ ചേച്ചിയാണോ ചോദ്യം ഉണ്ടാക്കുന്നത്? എല്ലാം ശരിയാണല്ലോ എന്നാണ്. ഷിനു മാത്യു ഹായ് പറയുന്നു. ബിജി ബർലി എ പറയുന്നു. ആമി എനിക്കു മിഠായി വേണം. യൂട്യൂ കുട്ടി പിണങ്ങിയെന്ന് ബിജു പറയുന്നു. സതീഷ് വരാതെ എവിടെ പോവാനാ? സക്കു ജക്കു എന്റെ എത്രം വായിച്ചില്ല എന്നാണ് സക്കു ജക്കു പറയുന്നത്. കായിഷ്ട കുയിഷ്ട കട്ടിഷ്ട എന്റെ പൈച്ചിക്ക് കഴിയുന്നില്ല. സനൽ മേനോൻ എ പറയുന്നു. സനൽ മേനോൻ എ പറയുന്നുണ്ട്. സനൽ മേനോൻ എ പറയുന്നു. കാലനോട് ഡയലോഗാണ് പറഞ്ഞിരിക്കുന്നത്. സതീദേവി എ പറയുന്നു. ഉത്തരം പറയാന്ന് ബിജു ചെറുകോൽ പറയുന്നു. ഉത്തരം ആദ്യമായിട്ട് പ്രസ് സ്ഥാപിച്ചത് എവിടെ എന്ന് ചോദിച്ചപ്പോ തോമസ് എന്തുകൊണ്ട് എ പറഞ്ഞു? മഞ്ജുഷ കോട്ടയ്ക്കലല്ലപ്പാന്ന് പ്രജീത എ പറഞ്ഞു. ചിമീന്റെ ആൻസർ വന്നു കോട്ടയം എന്നാണ് ചിമീന്റെ ആൻസർ. ആദ്യം പറഞ്ഞത് സൗമ്യ ബിജു, സിൻഷ, ഉഷ കാമേഷ്, രാജൻ MNR, മഞ്ജു സുധീഷ്. 5 പേർക്കും കൺഗ്രാറ്റ്സ്. അതോടൊപ്പം ആൻസർ പറയാൻ ശ്രമിച്ച എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ഇനി ആർക്കാണ് പാട്ട് പാടേണ്ടത്? രാജൻ MNR പാട്ട് പാടാൻ വരുന്നുണ്ടെങ്കിൽ ഓടി വന്നോളൂ. ഷിനോജ് കാഞ്ഞങ്ങാടിന്റെ പേര് ഞാൻ വായിച്ചു, ഞാൻ കോപ്പി അടിക്കുന്നില്ല എന്ന് തെളിയിക്കണ്ടേ? പിന്നെ മിടുക്കിയാണ്. ആർക്കൊക്കെ പാട്ട് പാടാൻ വരണം പെട്ടെന്ന് ഓടി വന്നോളൂ. പാട്ട് പാടണം എന്നുള്ളൊരു ഓടി വന്നോളൂ.
ആര്? രാജന മെന്നാർ പാട്ട് പാടോ? സിൻഷ പാട്ട് പാടോ? തോമസ് പാട്ട് പാടും. ആര് പാടും? സംഗതി സജുലിലി. സംഗതി ശ്രുതി അത് മാറ്റി നിർത്തി വെക്കാനെന്നാണ്. നമ്മള് തൊടുന്നതും പോകുന്നു. അയ്യോ ആൻസർ അതെവിടെയോ പോയി. 25 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. പാട്ട് പാടാൻ ആരെങ്കിലും തയ്യാറാണെങ്കിൽ ഓടി വന്ന് പാട്ട് പാടാം. സംഗതി, ശ്രുതി, താളം, ഹൈ നോട്ട്സ്, സ്വരം എല്ലാം ഉള്ള ഒരു സൂപ്പർ പാട്ട് പാടും. ടീച്ചർ പാടിയാൽ അത് നന്നായിരിക്കും. ഇവിടെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അതിന് രാഗവും താളവും എല്ലാം ഇറങ്ങി ഓടും. എല്ലാം ഇറങ്ങി ഓടുമെന്നാണ് അംശു പാടിയത് ഞാൻ പാടിയാല്. സിൻഷ രതീഷ്, നീ പാവത്തിനെ കാലുവാരി നിലടടിച്ചു വല്ലെന്ന് കാലനെമുരി ചോദിക്കുന്നുണ്ട്. പാട്ട് പാടാൻ ആരെങ്കിലും കാക്കേ കാക്കേ കൂടെ വിടേ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ ഞാൻ. ഈ പാട്ട് സക്കുജക്കുവിനായിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. മഞ്ജുഷ സുധീഷ് ഇന്ന് ലൈവ് ഉണ്ടോന്ന് അറിയില്ല. മഞ്ജുഷ മോൻ പാട്ട് പാടുമെങ്കിൽ മോൻ എപ്പോ ഇങ്ങോട്ട് കൊണ്ടുവരൂ. കടത്തി വിടൂ, ഓടി വരട്ടെ, മോൻ ഓടി വരട്ടെ. മഞ്ജുഷ എന്നൊരു വാവ പാടി ഓർമ്മയുണ്ട്. കണക്ട് ചെയ്യട്ടെ. പാട്ട് പാടാൻ തയ്യാറുള്ളവർ ഓടി വരൂ. എന്റെ മോൾ പാടും. ജിനി രതീഷ്, ഞാൻ അപ്പം ആഡ് ചെയ്യാമേ. ജിനി ആഡ് ചെയ്യാം. 1 മിനിറ്റ്. എവിടെ? രാകേഷ്. ജിനി രതീഷ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓടി വരൂ. ജിനി രാകേഷ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓടി വന്നാൽ ഇപ്പൊ പാട്ട് പാടാം. കൊടുത്താൽ മതി. ജോയിൻ കൊടുത്ത് ഓടി വരൂ. ഇപ്പൊ പാട്ട് പാടാം. ഡിക്ലൈൻ ചെയ്ത് എന്തിനാണ് ഡിക്ലൈൻ ചെയ്ത്? റേഞ്ച് ഇല്ലാത്തത് കൊണ്ടാണോ ഡിക്ലൈൻ ചെയ്തത് കൊണ്ടാണോ? പേപ്പർ സൂക്ഷിക്കണം. സ്റ്റാപ്ലറാണ് ഞാൻ നോക്കിയത്. ഇത് ലൈവ് അല്ലേ എന്നാണ്. ഇത് ലൈവാണ്. സിൻഷ രതീഷ് ഗുഡ് നൈറ്റ് പറയുന്നു. സതീഷ് പുത്തടത്ത് പോയിട്ട് അരമണിക്കൂറായി ഇപ്പോഴും അന്വേഷിച്ചില്ല സിൻഷ എന്നാണ്. മഞ്ജുഷ, ഞാനും മോളും കൂടി 4 വരി പാടാം. ഓക്കെ മഞ്ജുഷ. സുധീഷ് മുകളില് ആയോ? ഓക്കെ മഞ്ജുഷ വന്നോട്ടെ. മഞ്ജുഷ 1 മിനിറ്റ്. മഞ്ജുഷ കണക്ട് ചെയ്തോളൂ. സതിദേവി ഗുഡ് നൈറ്റ് പറയുന്നു. രാഖി തന്നെ പാടുന്നു. രാജേഷ് ഈസി പറയുന്നു. അയ്യോ മഞ്ജുഷ അത് കിട്ടുന്നില്ല. മഞ്ജുഷ ഒന്നുകൂടെ ടീച്ചറല്ലേ ആദ്യം പഠിപ്പിക്കണ്ട. ഞാനിപ്പോ പാടിയില്ലേ കാക്കേ കാക്കേ കൂടെ എവിടെ? പിന്നെ ആരാണ്? ജിനി രാകേഷ് ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. കണക്ട് ചെയ്യൂ പ്ലീസ്. ഒരാംഗി പാട്ടെന്ന്. വന്നു. വരൂ. ആരാന്ന് സജു ജിനി ചോദിക്കുന്നുണ്ട്. പേര് പറഞ്ഞോളൂ. മീര ആർ നായർ. ഓക്കെ, ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു മോളു? ഞാൻ 6ാം ക്ലാസ്സില്. ഓക്കെ, പാട്ട് പാടിക്കോളൂ. जब जब सांसें भरती हूँ तेरे दिल के कलियों से, मैं हर रोज गुजरती हूँ. हवा की जैसे चलता है तो मेरे तुझे से उड़ती हूँ. कौन तुझे प्यार करेगा जैसे मैं करती हूँ. അടിപൊളി പാട്ട്. ഹിന്ദി പാട്ട്, വെറൈറ്റി പാട്ട്, സൂപ്പർ റൊമാൻറ്റിക് സോങ്. താങ്ക് യു മോളു. താങ്ക് യു. പഠിക്കും. ഹിമമഴയായി ഒരു ഹൃദയം അണിവിരലാൽ തൊടുപോയി, മിഴിയിണയിൽ സദാ പ്രണയം മഷിയെഴുതും ചിലയായി നിന്നിടാം നിന്നിടം കീഴേ, യുഗമേറി എന്റെ ചിമ്മിടാനേ ജീവനേ അകമേ മാനവിൽ നിരമേ
നീ എന്നോമലേ. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. ഹിന്ദി പാട്ട് ഇനി പഠിച്ചുവാണേ കുറച്ചുകൂടെ കേട്ടാ, കിടിലം പാട്ടായിട്ടുണ്ട്. താങ്ക് യു. പാട്ട് കേട്ടല്ലോ. ഇനി ആർക്കെങ്കിലും പാടാൻ വരണമെന്നുണ്ടോ? സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ സൂപ്പർ മോളെ പറയുന്നുണ്ട്. ആരാണ് പാടാൻ വരുന്നോ? ലാഭില്ലാതെ ചെയ്യണം. ഒരുപാട് കലാകാരന്മാർ നിങ്ങളെ ലൈവ് പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട്. മെസ്സേജ് എടുത്തോട്ടെ. ടീച്ചർ പാടാൻ സൂപ്പർ എന്ന് പറയുന്നുണ്ട്. എന്താ പറയാ, ഞാൻ മെസ്സേജ് എടുത്തോട്ടെ. കുറച്ച് വിളിക്കാമേ. ഇതാരാണ്? ചേച്ചിന്റെ മോളാ. ആ, പേരെന്താണ്? വൈഗ സുദേശ്. തകർത്തോളൂ, പാട്ട് പഠിക്കോളൂ. மலர்களே மலர்களே இது என்ன கனவா, மலைகளே மலைகளே இது என்ன நினைவா, உருகியதே எனது உள்ளம், பெருகியதே வெள்ளம், விண்ணாடும் நீதான் மண்ணாடும் நீதான் கண்ணாடும் நீதான் மலர்களே மலர்களே இது என்ன கனவா, மலைகளே மலைகளே இது என்ன நினைவா, மேகம் திறந்து கொண்டு மண்ணில் இறங்கி வந்து மார்பில் அழிந்த கொள்ளவா, மார்பில் ஒளிந்து கொண்டால் மாறன் அன்பு வரும், கூந்தலில் அழிந்து கொள்ள வரவா, என் கூந்தல் தேவன் தூங்கும் பள்ளி அறையா அறையா, மலர் சூடும் வயதில் என்ன மறந்து போதுதான் முறையா, நினைக்காத நேரம் இல்லை காதல் ரதியே ரதியே, உன் பேரை சொன்னால் போதும் நின்று நழுவிடும் காதல் நதியே, என் சுவாசவன் மூச்சு உன் சுவாசன் பேச்சு, அழிந்தார நூற்றாண்டு வாழாம் என் வாழ்வேவா, மலர்களே மலர்களே இது என்ன கனவா, மலைகளே மலைகளே இது என்ன நினைவா. ഓ സൂപ്പർ 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 സൂപ്പർ. കിടിലായിരുന്നു. നമ്മുടെ ലൈവിൽ ഇതുവരെ വരാത്തെന്താണ്? ടൈം പറ്റൂലല്ലോ, ആളുറങ്ങിപ്പോ. ആണോ? കുടുംബം മുഴുവനും പാട്ടുകാരാണല്ലോ. അച്ഛനായി വാവയായി സൂപ്പർ ആയിട്ടുണ്ട്. കിടിലായിട്ട് പാടി മോള്. ഓക്കെ, കൺഗ്രാസ് മോളോ, കൺഗ്രാസ്. ഓക്കെ, ഞാൻ കമന്റ്സ് ഒന്ന് വായിക്കട്ടെ. വിനീത പാടുന്ന ഓക്കെ, ഒരു പാട്ടും കൂടി അവള് പാടും. അവള് ഇതുവരെ ലൈവില് വരാൻ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആണോ? പിന്നെ എന്ത് ധൈര്യമായിട്ട് പഠിക്കൂ. മോഹം കൊണ്ടു ഞാൻ ദൂരെ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി, മോഹം കൊണ്ടു ഞാൻ ദൂരെ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി, നീളെ താഴെ തളിരാർന്ന് പൂവനങ്ങൾ, മോഹം കൊണ്ടു ഞാൻ ദൂരെ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി,
വെരി ഗുഡ് വെരി ഗുഡ്, സൂപ്പർ ആയിട്ടുണ്ട്. ആട് ബാക്കി എന്താണ് പറയുന്നത്? കണ്ണിൽ കത്തും ദാഹം ഭാവജാലം പേരിനീർത്തി വർണ്ണങ്ങളാൽ മേലെ കതിർമാല കൈകൾ നീട്ടി സ്വർണ്ണത്തേരേറി ഞാൻ തങ്കത്തിങ്കൾ പോലെ ദൂരെ ആകാശ നക്ഷത്ര പൂക്കൾ തൻ തേരോട്ടം ആ മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഇനം പൂത്തനാൾ മധു തേടി പോയി. സൂപ്പർ സൂപ്പർ സൂപ്പർ, ഒന്നും പറയാനില്ല. എന്റെ നമുക്ക് പുതിയൊരു മോളല്ല, ഷോ ഉണ്ട് എന്റെ കേട്ടോ, ചേച്ചിയുടെ മോളാണ്. ടാലന്റ് കണ്ടുണ്ട്. ആ ടാലന്റ് കണ്ട് തുടങ്ങുന്നുണ്ട്, താളം എന്ന് പറയുന്ന പേരിൽ. അപ്പൊ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തോളൂ, ഉടനെ ഉണ്ടാവും അതിന്റെ മത്സരം. ഓക്കെ, എന്റെ ചേച്ചിയുടെ മോളാണ്. അപ്പം ഫ്ലവേഴ്സിന്റെ ടോപ്പ് സിംഗറിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഫൈനൽ റൗണ്ട് എത്തുമ്പോൾ സെലക്ഷൻ ആവില്ല. ഫൈനൽ റൗണ്ട് വരെ പോകാൻ. ഓക്കെ. കുറച്ചുകൂടെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പഠിക്കാൻ പോകുന്നുണ്ടോ? പാട്ട് പഠിക്കുന്നുണ്ടോ? ഇപ്പൊ കൊറോണ ആയ സമയത്ത് കുറച്ച് സ്റ്റാർട്ടായി. ഓക്കെ, നന്നായിട്ട് പാടുന്നുണ്ട്, സൂപ്പർ ആയിട്ട്. നിങ്ങളെ ഫാമിലി തന്നെ നമുക്കൊരു ഗാനമേള വെക്കാം, മ്യൂസിക് പ്രോഗ്രാം വെക്കാം. അച്ഛൻ ഉൾപ്പെടെ ഉറപ്പായിട്ടും അച്ഛന്റെ എല്ലാവരും ഏട്ടനന്മാരും എല്ലാരും പാടും. ആണോ? അപ്പൊ നമുക്ക് പറയാം, അരുൺ ചേട്ടൻ്റെ അടുത്ത് പറയാം, ഒരു ദിവസം എല്ലാവരും നന്നായിട്ട് ഒരു പ്രാക്ടീസ് കൊടുക്കുക. എല്ലാരും കൂടി ഓക്കെ, കണ്ണൂര് എന്നാല് വരേണ്ടി വരും. ബൈ. ഓക്കെ ഓക്കെ. ഓക്കെ, കമന്റ്സ് ഒക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടോ? നബിയ കെ പി സൂപ്പർ എന്ന് പറയുന്നു. ദെൻ കമന്റ്സ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യാം. ഇനി ആരെങ്കിലും ഉണ്ടോ പാട്ട് പാടാൻ? സജു ലില്ലി ഡിപ്പാർട്ട്മെന്റ് വക ബിഗ് സല്യൂട്ട്. അവിടെ ചെന്ന് ലൈവ് എടുക്കണം എന്നാണ് ബിജു ചെറുകോൽ പറയുന്നത്. നമുക്ക് ദിവ്യശ്രീ ഒക്കെ ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റുമല്ലോ. ഇനി മുതൽ ഉറങ്ങിക്കളയല്ലേ എന്ന് വരണമെന്ന് സന്തോഷ് വിജയൻ പറയുന്നു. നന്നായി സാധകം ചെയ്യണം മോളൂ എന്ന് പറയുന്നുണ്ട്. പ്രാക്ടീസ് ചെയ്യണേ, ഗ്രേറ്റ് ഫ്യൂച്ചർ അഹഡ് എന്ന് പറയുന്നുണ്ട്. ഷാജൻ, ഞാനൊരു നാടൻ പാട്ട് പാടാം. ഓക്കെ ഷാജൻ, ഉറപ്പായിട്ട് എടുക്കാം. ഷാജൻ എന്നല്ലേ? എന്തോന്ന് ഇങ്ങോട്ട് റിക്വസ്റ്റ് അയക്കാമോ? ഇങ്ങോട്ട് റിക്വസ്റ്റ് അയക്കാമോ? പറഞ്ഞ ആൾ ഇങ്ങോട്ടൊന്ന് റിക്വസ്റ്റ് അയക്കാമോ? നമുക്കത് കിട്ടുന്നില്ല. ഇങ്ങോട്ട് സൂപ്പർ എന്ന് സന്തോഷ് വിജയൻ പറയുന്നുണ്ട്. ഇങ്ങോട്ട് റിക്വസ്റ്റ് അയക്കാമോ? നബിയ കെ പി, ധന്യ സനോജ്, ഉഷ കമേഷ്, ലംസീന, ജിനി രാകേഷ്. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്. ഒരു റിക്വസ്റ്റ് വന്നു. എവിടെ? അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ ഓക്കെ. ആഡ് കൊടുത്തിട്ടുണ്ട്. ആട് കൊടുത്തിട്ടുണ്ടേ, കണക്ട് ചെയ്തിട്ടുണ്ട്. വന്നോളൂ. ഇതാ വന്നു. ഹായ് ചേച്ചി. ഹായ്, പാടട്ടെ? എന്താണ്? പഠിക്കോളൂ. ഷാജൻ ഷാജൻ ഷാജൻ. ഓക്കെ, പഠിക്കോളൂ. പഞ്ചവർണ്ണ കേളിച്ചേലുള്ള പുന്നാര ചെമ്പകപ്പൂമലരേ, പഞ്ചവർണ്ണ കേളിച്ചേലുള്ള പുന്നാര ചെമ്പകപ്പൂമലരേ, കണ്ണൊന്നടച്ചാലോ കാണാ കണ്ണിനഴകുള്ളോളേ, പൊന്നും പൂവേ നിന്നെ കാണാൻ എന്തോരഴകാണെന്നേ, ചെമ്പകപ്പൂമലരേ എന്റെ ചെമ്പകപ്പൂമലരേ, തക്കാളി ചോപ്പുള്ള നിൻകാവിലോരത്ത്. വരട്ടെ. അത്രയുള്ളൂ. പക്ഷെ നമുക്കിവിടെ മ്യൂസിക് ഉണ്ട് കേട്ടോ. ഇവിടുത്തെ നമ്മുടെ മെയിൻ അഡ്മിനും വൈഫും കണ്ടിട്ടുണ്ടോ? പ്രോഗ്രാം കണ്ടിട്ടുണ്ടോ ഷിമേന്റെ? ഉണ്ട് 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 ഉണ്ട്, ഞാൻ അവിടെ വരാറുണ്ട്. വന്നിട്ടുണ്ടോ? പാടിയിട്ടുള്ള ആളാണോ? അതെ അതെ അതെ.
ഞാൻ പക്ഷെ കണ്ടില്ല. ഓക്കെ, അപ്പോ ഇനിയും വരണം. നന്നായിട്ടുണ്ട് പാട്ട്. അടിപൊളി പാട്ടാണേ. ഇതിന്റെ ബാക്കി ഇവിടെ പഠിക്കണേ. കിടിലൻ പാട്ട്. ഓക്കെ ഓക്കെ. നല്ല പാട്ടുകളാണ്. ഇപ്പൊ ഒരു റിക്വസ്റ്റ് വെച്ചിട്ടുണ്ട്. മഞ്ജുഷ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. മഞ്ജുഷ മ്യൂസിക് ഇട്ട് പാടാം. ഇനി രാജേഷ് യുവർ ചോയ്സ്. കിട്ടുന്നില്ല. അതെ, ഒരാൾ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പഠിക്കോളൂ പഠിക്കോളൂ. പാലോം പാലോം നല്ല നടപ്പാലം, അപ്പന്റെ കയ്യും പിടിച്ച് നടക്കണ നേരം, ആയോരു പാലത്തിന്റെ തൂണിൽ നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട്, പൊന്നോ എന്നൊരു വിളിയും കേട്ട്, എന്താണപ്പാ ഒരു വിളിയും കേട്ട്, എങ്ങട അമ്മ വിളിക്കണൊരൊച്ച പോലെ, എൻ്റെ അമ്മ മണ്ണോട് മണ്ണായെന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ള, അപ്പൻ തന്നല്ലേ പറയാറുള്ള. ആയ കഥ കേട്ട് കരയരുതേ പൊന്നോ, ആയ കഥ ഞാന് ചൊല്ലിത്തരാം, ആയ കഥ കേട്ട് കരയരുതേ പൊന്നോ, ആയ കഥ ഞാന് ചൊല്ലിത്തരാം. അന്നൊരു വറുതി മാസം കള്ളക്കരക്കിടകം, തിന്നാനും കുടിക്കാനില്ലാത്ത കാലം, നീയന്നോ നീന്തി നടക്കണ കാലം, അടിവെച്ചു വീണ് കരയണ പ്രായം, വറുതിക്ക് തീർപ്പ് കലിപ്പിച്ചമ്പ്രാൻ, ഉണ്ണീടമ്മേനെ കരുനീറുത്താൻ, ഉണ്ണീടമ്മേനെ കരുനീറുത്താൻ. പാലോം പാലോം നല്ല നടപ്പാലം, അപ്പന്റെ കയ്യും പിടിച്ച് നടക്കണ നേരം, ആയോരു പാലത്തിന്റെ തൂണിൽ നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട്, പൊന്നോ എന്നൊരു വിളിയും കേട്ട്, പൊന്നോ എന്നൊരു വിളിയും കേട്ട്. സൂപ്പർ 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 സൂപ്പർ. അമ്മയും മോളും തകർത്തു. കിടിലായിട്ടുണ്ട്. മോള് ഇന്നലെ ലൈവില് കുറെ നേരം വെയിറ്റ് ചെയ്തു. അപ്പൊ ഉണ്ടായിരുന്നില്ലല്ലോ, അതാണ് ഇന്ന് പാടിക്കോട്ടെ. അതാണ് ഇന്ന് ലൈവ് ഇല്ലാത്തത് കൊണ്ടാണ് എല്ലാവരും ഇന്ന് വന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ലൈവ് ഉണ്ടെന്നാണ് തോന്നുന്നത്. FM-ല് ചേട്ടന്റെ ഉണ്ടോന്ന് തോന്നുന്നു. അപ്പൊ വേറൊരു പാട്ട് പാടാം ചേച്ചി. ഓക്കെ, ഒരാൾ റിക്വസ്റ്റ് ചെയ്താ നോക്കട്ടെ. താങ്ക് യു ചേച്ചി. ഒരു പാട്ട് കൂടി പാടാം എന്ന് മോള് പറയുന്നു. ഉറപ്പായും ജിനി അത് ജിനി കണക്ട് ചെയ്തിട്ടുണ്ട്. ആഡിങ് ആവുന്നുണ്ട്. ജിനി അക്സെപ്റ്റ് ചെയ്തോളൂ. ഹായ്, പഠിക്കോ? പഠിക്കോ മോള്, പഠിക്കോ? നിലാവേ
നിലാവേ മായും Thank you. താങ്ക് യു താങ്ക് യു. ഇന്ന് ചിമ്മി ലൈവ് ഇല്ലേ? ഓക്കെ, അപ്പോ എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര, ഗുഡ് നൈറ്റ്. അപ്പൊ നമുക്ക് അരുൺ ചേട്ടന്റെ എന്തുവിന്റെ ലൈവ് ഉണ്ടെങ്കിൽ അതിൽ കാണാം, അല്ലെങ്കിൽ അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ശുഭരാത്രി.